ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ചില നാളുകൾക്ക് ശേഷം ഈ ലൈവിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊരു ലൈവ് വരണമെന്ന് ആഗ്രഹിച്ചതല്ല, എന്നാൽ ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ വരുന്നതുകൊണ്ട് ഒരു വിശദീകരണം ഒരു പ്രത്യേക വിഷയത്തിൽ നൽകാമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ടൈറ്റിൽ കാണാൻ പറ്റും, ബൈബിളിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം. അല്പം നീണ്ട ഒരു ടോക്കായിരിക്കും. നേരത്തെ നമ്മൾ ഇത് സംബന്ധിച്ച് ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ്, വേദപുസ്തകത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന രീതിയിൽ ഒരു ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എങ്ങനെയാണ് വേദപുസ്തകത്തെ സമീപിക്കേണ്ടത്? അപ്പോൾ അത് വളരെ പതുക്കെ പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. കാരണം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, ഏത് സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനും അതിന് കുറച്ച് എഫേർട്ട് എടുക്കണം, സമയമെടുക്കും. പെട്ടെന്ന് നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കത്തില്ല. വളരെ ചുരുക്കമായിട്ട് എനിക്ക് പറയാനായിട്ടും സാധിക്കത്തുള്ളൂ. കാരണം ഇത് വിശദീകരിക്കാൻ പോയാൽ ഒരുപാടുണ്ട്. ബൈബിളിനെ എങ്ങനെ നമ്മൾ സമീപിക്കണം, ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്. അപ്പോൾ ഈ ബൈബിള് സെമിനാരിയിൽ പഠിച്ചവർ മാത്രമല്ലല്ലോ വായിക്കുന്നത്. തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ചവർ മാത്രമല്ല ബൈബിൾ വായിക്കുന്നത്. ഒരുപക്ഷെ അവരെക്കാളും കൂടുതൽ ബൈബിൾ വായിക്കുന്നത് ലെയ്റ്റി, ആത്മായരാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വിശ്വാസികൾ. അതിൽ വിദ്യാഭ്യാസത്തിലും ബൗദ്ധികമായും അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ട് വിവിധ നിലവാരം പുലർത്തുന്നവർ ആയിരിക്കും ബൈബിൾ വായിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ, സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളവരെ, ഇല്ലാത്തവരെ, പല ക്ലാസ്സുകളിൽ പഠിത്തം നിർത്തിയവരെ, ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, PhD ഉള്ളവർ, പോസ്റ്റ് ഡോക്ടറേറ്റ് ഉള്ളവർ, അതുപോലെ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ബൗദ്ധികമായി ചിന്തിക്കുകയും പഠിക്കുകയും വേണ്ടിയ പ്രൊഫഷണൽസായിട്ടുള്ള സെക്കുലർ രംഗത്തുള്ള ആളുകൾ, അപ്പം എല്ലാ തരത്തിലുള്ള ആളുകളും ബൈബിൾ വായിക്കും. ബൈബിളിൽ നമുക്കറിയാവുന്ന പോലെ എത്ര പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ബൈബിളെന്ന് പറയുമ്പോൾ നമ്മൾ അതിലൂടെ പറയേണ്ടത് 66 പുസ്തകങ്ങളാണ് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിലുള്ളത്. എന്നാൽ കാത്തലിക് ഓർത്തഡോക്സ് ട്രഡീഷൻസിൽ അപ്പോക്രിഫയോടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിനെക്കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അതിനെക്കുറിച്ച് ആരും കമൻറ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സമീപിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഒരു തുറന്ന മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഈ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു റിലീജിയൻ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു തുറന്ന സമീപനത്തോടെ മാത്രമേ നമുക്ക് ബൈബിളിനെ സമീപിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ നടത്തുന്ന ഒരു പ്രസംഗമോ ഒരു ധ്യാന ചിന്തകളോ ഒന്നുമല്ല. കുറച്ച് ദൈവശാസ്ത്രപരമായി, കുറച്ച് സീരിയസ് ആയിട്ട് ബൈബിള് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അക്കാഡമിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആണ് ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു ടോക്കിൽ അവർ വന്നിരുന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എങ്ങനെ ലഭിച്ചു? ഒന്നാമത്തെ ചോദ്യമാണ്.
ബൈബിൾ നമ്മുടെ കയ്യിൽ എങ്ങനെ കിട്ടി? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വേണം ആദ്യമായിട്ട് ബൈബിൾ എടുക്കാൻ. ബൈബിൾ എടുക്കാൻ ഒന്നാമത് ചോദിക്കേണ്ട ചോദ്യം, ബൈബിൾ എങ്ങനെ എൻ്റെ കയ്യിൽ ലഭിച്ചു? ബൈബിൾ എങ്ങനെ എൻ്റെ കയ്യിൽ ലഭിച്ചു? ഇതാരാണ് എനിക്ക് തന്നത്? അപ്പോൾ ഈ ചോദ്യം ഒന്നാമത്തെ ചോദ്യമാണ്. ബൈബിൾ എനിക്ക് തന്നതാരാണ്? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഇപ്രകാരം ചോദിച്ചു, ബൈബിളാണോ സഭയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചു. അതിന് എനിക്ക് ലഭിച്ച മറുപടി വളരെ രസകരമായൊരു മറുപടി എൻ്റെ ഇൻബോക്സിൽ എനിക്ക് ലഭിച്ചു. ബൈബിളാണോ സഭയാണോ ആദ്യം ഉണ്ടായത്? ഇതാണ് ചോദ്യം. എന്നെ കളിയാക്കിക്കൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞു, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? സാറ് പറ, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഞാൻ ഈ ടോക്ക് നടത്തുന്ന എല്ലാ സഭാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി. ദൈവദാസന്മാർ, സാധാരണ വിശ്വാസികൾ, ഒരുപക്ഷെ വൈദികരും തിയോളജി അറിയാവുന്നവരുമൊക്കെ ഒരുപക്ഷെ ഈ ലൈവ് കണ്ടേക്കാം. ഒന്നാമത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ പരിമിതമായ അറിവുള്ളവരാണെന്ന് സമ്മതിക്കുക. നമ്മളാരും പൂർണ്ണരോ അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയവരോ അല്ല. അതാദ്യമേ അങ്ങ് സമ്മതിക്കുക. അത് സമ്മതിക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. ബൈബിൾ എടുക്കുമ്പോൾ തന്നെ എനിക്കിതൊന്നും അറിയത്തില്ല എന്നുള്ള രീതി വേണം എടുക്കാൻ. എനിക്കിതിനകത്തൊരു വിമർശനമുള്ളത്, ഞാനിതിനകത്ത് വിമർശനങ്ങളും പറയും. ഈ ഇവാഞ്ചലിക്കൽ, അതുപോലെ പെൻറ്റക്കോസ്റ്റൽ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, എന്നാലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. കരിസ്മാറ്റിക്, ഇതെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ. ഞാൻ ആയിരിക്കുന്ന സഭ ഇവാഞ്ചലിക്കൽ, കരിസ്മാറ്റിക്. ഇവാഞ്ചലിക്കൽ എന്ന് പറയുമ്പോൾ ഇവാഞ്ചലിക്കൽ സുവിശേഷീകരണവും, അതുപോലെ ഇവാഞ്ചലിക്കൽ തിയോളജി, ബൈബിൾ ബേസ് ചെയ്തുള്ള തിയോളജി, അതിന് ബൈബിളിന് പുറത്തോട്ട് ഒന്നും ചിന്തിക്കാത്ത ഒരു തിയോളജി പിന്തുടരുന്നവരാണ് ഇവാഞ്ചലിക്കൽസ്. ഞാൻ അങ്ങനെ ഒരു സഭാവിഭാഗത്തിലാണ്. പക്ഷേ സഭാവിഭാഗത്തിലാണ് എന്നതുകൊണ്ട് എൻ്റെ ചിന്താഗതികൾ ആ സഭാവിഭാഗത്തിൻ്റെ അകത്ത് ഒതുങ്ങുന്നില്ല. കാരണം അതെങ്ങനെയാണ് നമ്മുടെ ചിന്താഗതികളെ ഒരു സഭയ്ക്കകത്ത് നമുക്ക് ഒതുക്കാൻ പറ്റും. പിന്നെ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും കൃപാവരങ്ങളും ഒക്കെ, അതും അംഗീകരിക്കുന്നു. തീർച്ചയായും അതും ഞാൻ പിന്തുടരുന്നു. പക്ഷേ എന്നതുകൊണ്ട് നമ്മുടെ ബൗദ്ധികമായി നമ്മുടെ ബോധ്യതകൾ അവയ്ക്ക് മാറ്റം ഉണ്ടാകരുത് എന്നില്ല. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച്, മാനസിക വളർച്ചയ്ക്കനുസരിച്ച്, നമുക്കറിയാം മാനസികമായിട്ടൊരാൾ വളരുമ്പോൾ ശാരീരിക വളർച്ച പോലെ തന്നെ മാനസിക വളർച്ച, അതുപോലെ തന്നെയാണ് ആ മാനസിക വളർച്ചയിലാണ് നമ്മുടെ ആത്മീക വളർച്ച ഉണ്ടാകുന്നത്. കാരണം ഈ മനസ്സിലാണ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ കാര്യങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നത്? മനസ്സുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ഞാനിതാ പറഞ്ഞു, എല്ലാ ആത്മാവിലാണ്. ഈ എന്താണ് ആത്മാവെന്ന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത ആളുകൾ വെറുതെ അങ്ങ് പറയുകയാണ് ആത്മീയ. നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ മൈൻഡ് കൊണ്ടാണ്, അല്ലേ? മനസ്സിലാണ്. നമ്മളൊരു വാക്യം കാണാതെ പഠിക്കുന്നത്. അതെവിടെയാണ്? നമ്മുടെ മനസ്സിൽ. ഈ ബൈബിൾ എടുക്കുമ്പോൾ ഈ ഒരു ചിന്താഗതിയോടെ വേണം ബൈബിൾ എടുക്കാൻ. എനിക്കിതിനകത്തൊന്നും അറിയത്തില്ല എന്നുള്ള ചിന്താഗതി ആദ്യം ആവശ്യമാണ്. അത് സാമാന്യപരമായിട്ട് നമുക്കെല്ലാം വേണം. രണ്ടാമത്, ഈ ബൈബിള്, ഞാൻ പറഞ്ഞു ബൈബിൾ 66 പുസ്തകം ആണെന്ന് അക്കാഡമികമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബൈബിളിൽ അപ്പോക്രിഫ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അക്കാഡമികമായി ഒരു സെമിനാരിയിൽ പോയി പഠിക്കുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇവാഞ്ചലിക്കൽ കരിസ്മാറ്റിക് ഒരു വിഭാഗത്തിൽപ്പെടുന്ന സഭയിലാണ് ഉൾപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡിനേഷൻ എനിക്കുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം
ദൈവം എന്നെ സ്വതന്ത്രമായി, ഞാൻ എന്ന് പറയുന്ന വ്യക്തി അത് ഒരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് എന്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ബൈബിള് നമ്മൾ എടുക്കുക. അപ്പം ബൈബിൾ എടുക്കുമ്പോൾ ഒന്ന്, ഇത് അക്കാഡമികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് വേണ്ടി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അക്കാഡമികമായി എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് സർക്കിളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, തലച്ചോറ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, തലച്ചോറ് പണയം വെച്ചിരിക്കുന്ന ആർക്കും എൻ്റെ ഈ ടോക്ക് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം ഈ ടോക്ക് കുറച്ച് ലിബറലായി, കുറച്ച് ഫ്രീ ആയിട്ടുള്ള തിങ്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പെന്തിക്കോസ്ത് സഭയുടെ നേതാവ്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ TJ സാമുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പെന്തിക്കോസ്ത് സമൂഹം, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വലിയ പെന്തിക്കോസ്ത് സഭയാണ്, വലിയ പെന്തിക്കോസ്ത് സഭയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പാസ്റ്റർ TJ സാമുവൽ, ആ പാസ്റ്റർ പറയുന്ന ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ അപാകതകളുണ്ട്, വലിയ തെറ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള ആളുകളോട് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഞാനത് കേട്ടു. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാനിതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അദ്ദേഹം പറയുന്നത് ബൈബിൾ എഴുതപ്പെട്ട കാലത്തെക്കുറിച്ചും ബൈബിൾ എഴുതിയ ആ സ്ഥലം, ആ ഒരു സ്ഥലമുണ്ടല്ലോ, എവിടെയാണ് ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ കൾച്ചർ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, പൊളിറ്റിക്കലായിട്ടുള്ള കണ്ടീഷൻ, ആ ഭാഷ, അന്ന് ഉപയോഗിച്ചിരുന്ന ആ ഭാഷ ഏതാണ്, ഏത് കാലമാണെന്ന് നമ്മൾ ചിന്തിച്ചോണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് പറയാം, നമ്മുടെ ഒരു പ്രശ്നം, ഈ ബൈബിള് സ്വർഗത്തിൽ ഈ 66 പുസ്തകവും ഇരിപ്പുണ്ടെന്നുള്ള ചിന്താഗതിയുള്ളവരുണ്ട്. സ്വർഗത്തിൽ ഈ 66 പുസ്തകവും അവിടെ ഇരിപ്പുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ അവരോട് എന്ത് പറയാൻ എനിക്കറിയില്ല, എനിക്ക് പറയാനറിയില്ല, കാരണം എനിക്കത്രയും അറിവില്ല. 66 പുസ്തകം സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ ഭൂമിയിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അടിച്ചിറക്കിയിരിക്കുന്നതെന്നും ചിന്തിക്കുന്നവരുണ്ട്. ഇവരോടൊന്നും പറയാനില്ല, കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടൊന്നും സമീപിക്കാനേ പറ്റുകയില്ല. ബൈബിൾ 66 പുസ്തകം സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്ന് ചിന്തിക്കുന്ന അതിൻ്റെ കോപ്പി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയും, പിന്നെ കിങ് ജെയിംസ് വെർഷനും, NASBയും, NRSVയും, NIVയും, KJVയും, NKJVയും, പിന്നെ നമ്മുടെ കേരളത്തിലെ സത്യം പബ്ലിക്കേഷൻസും എന്ന് വേണ്ട ഇവരെല്ലാം അടിച്ചിറക്കിയെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഞാനിനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു പെന്തിക്കോസ്റ്റൽ പാസ്റ്റർ പറയുകയാണ്, നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി പഠിക്കണം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം. ഈ അടുത്തിടെ നടന്ന ഒരു കോൺഫറൻസിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഞാനിതൊക്കെ ശ്രദ്ധിച്ചു. 2025 അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു കോൺഫറൻസ്, അമേരിക്കയിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് അദ്ദേഹം പറയുന്നത്. ഞാനത് വളരെ ശ്രദ്ധിച്ചു. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് ഒരു പെന്തിക്കോസ്റ്റ് പാസ്റ്റർ പറയുന്നത്. അപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ഈ ബൈബിളിലെ ഓരോ വാക്യങ്ങളും ഈ പറഞ്ഞ പോലെ മേളിൽ നിന്ന് ദൈവം പറഞ്ഞു കൊടുത്താണെന്ന് ചിന്തിക്കുന്ന കാലം പെന്തിക്കോസ്തുകാരുടെ ഇടയിലും കുറഞ്ഞു കഴിഞ്ഞു. പെന്തിക്കോസ്ത് സഭകളിലും അത് കുറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, പെന്തിക്കോസ്ത് സഭകൾ ഇന്ന് ലോകത്തെ മുഴുവനും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സഭകളാണ് പെന്തിക്കോസ്ത് സഭകൾ. ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. ലോകത്തിലെല്ലാം തന്നെ പെന്തിക്കോസ്ത് സഭകൾക്ക് വലിയ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൻ്റെ നന്മകളെ തീർച്ചയായും മനസ്സിലാക്കുകയും അതിലെ നല്ല കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പെന്തിക്കോസ്ത് സഭകളുടെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ നല്ല കാര്യങ്ങളെ, അതിനിയും പെന്തിക്കോസ്ത് സഭയെന്നൊന്നുമില്ല, ഏത് മതത്തിലെയും സഭകളിലെയും നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ പാസ്റ്റർ TJ സാമുവൽ പറയുന്നത് ബൈബിൾ വ്യാഖ്യാനിക്കണമെങ്കിൽ ഇതിൻ്റെ കൾച്ചർ പഠിക്കണം, ബൈബിൾ എഴുതപ്പെട്ട കാലം. ഇപ്പം നമ്മുടെ പ്രശ്നം, നമ്മുടെ ചിന്ത, ഈ ബൈബിളിൻ്റെ 66 പുസ്തകത്തിൻ്റെയും കോപ്പി ദൈവം എവിടെ വെച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ വെച്ചിട്ടുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഇവിടെ അടിച്ച്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അടിച്ച് നമ്മുടെ കയ്യിൽ തന്നു.
നമുക്കറിയാവുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അടിച്ചു തന്നെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്, അതിന് നേതൃത്വം കൊടുത്തത് ഒരു തിരുമേനിയാണ്. ഓർത്തഡോക്സ് സഭയിലെ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു തിരുമേനിയാണ് ബൈബിള് ഈ പരുവത്തിൽ മലയാളത്തിൽ കിട്ടുവാനായിട്ട്. നിങ്ങൾ തന്നെ പഠിക്കണം. എന്നോട് ദയവ് ചെയ്ത് അതാരാന്ന് ചോദിക്കില്ല. കാരണം നമ്മളൊന്ന് പഠിക്കാനൂടെ തയ്യാറാകണം. നമുക്ക് ഇന്ന് ഫോണുണ്ട്, ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത്രയെങ്കിലുമൊക്കെ നമ്മളൊന്ന് ചെയ്യണ്ടേ? നമ്മളൊന്ന് പഠിക്കാനുള്ള ശ്രമം നമുക്ക് നടത്തണം, എല്ലാവരും ചെയ്യണം. അപ്പോൾ ഈ പാസ്റ്റർ പറയുകയാണ്, ഈ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന മുഴുവൻ ഇപ്പം തെറ്റാണ്. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് മുഴുവനും തെറ്റാണ്. നിങ്ങൾ ഇതിൻ്റെ കൾച്ചറും പഠിക്കുന്നില്ല, ഹിസ്റ്ററി. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു പെന്തക്കോസ്റ്റൽ ലീഡർ പാസ്റ്റർ TJ സാമുവേൽ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോൺട്രഡിക്ഷനാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുകയാണ്. അതാണ് രസം കേട്ടോ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പാസ്റ്റർ TJ സാമുവേൽ പറഞ്ഞത് ശരിയാണ്. ബൈബിൾ എഴുതപ്പെട്ട കാലത്തിലുള്ള കൾച്ചർ പഠിക്കണം, റിലീജിയൻ പഠിക്കണം, പൊളിറ്റിക്കൽ കണ്ടീഷൻ പഠിക്കണം, ആ കാലഘട്ടത്തിലെ എക്കണോമിക് കണ്ടീഷൻ പഠിക്കണം. അപ്പം കൾച്ചർ പഠിക്കണം, റിലീജിയൻ പഠിക്കണം, പൊളിറ്റിക്കൽ കണ്ടീഷൻ പഠിക്കണം, ആ കാലഘട്ടത്തിലെ ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട് ഇല്ലേ? അന്നത്തെ എബ്രായ ഭാഷയാണോ ഇന്ന് ഉപയോഗിക്കുന്നത്? ഈ മോഡേൺ എബ്രായ ഭാഷ അല്ലല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നില്ലേ? അപ്പോൾ ഭാഷയ്ക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ. ഇതിന് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഷാശാസ്ത്രം പഠിച്ചിരിക്കണം. അപ്പോൾ ബൈബിളെന്ന് പറയുന്നത് ചുമ്മാ എല്ലാവർക്കും കൂടി എടുത്തു വെച്ച് ഇതെല്ലാവർക്കും വായിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും വായിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അക്കാഡമികമായിട്ട് ബൈബിൾ പഠിക്കണമെങ്കിൽ അത് ഒരിക്കലും ഒരു സാധാരണക്കാരന് പഠിക്കാൻ പറ്റത്തില്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ബൈബിൾ എല്ലാവർക്കും വായിക്കാം. എന്നാൽ എല്ലാവർക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ തിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ബൈബിൾ പഠിക്കാൻ പറ്റുമോ? എല്ലാവരെ കൊണ്ടും പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് BD എല്ലാവരെ കൊണ്ടും പറ്റുമോ? കാരണം BD പഠിക്കണമെങ്കിൽ ഡിഗ്രി പാസ്സാകണം, അല്ലെങ്കിൽ സറാംപൂറിൻ്റെ തന്നെ BTH വേണം. അത് പാസ്സാകണേ തന്നെ വലിയ പാടാണ്. എല്ലാവർക്കും MTH എടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ, കേംബ്രിഡ്ജിലോ, ഹാർവാർഡിലോ, യേൽ യൂണിവേഴ്സിറ്റിയിലോ, കാനഡയിലോ, USA അല്ലെങ്കിൽ ജർമ്മനിയിലോ, ഇംഗ്ലണ്ടിലോ ഒക്കെയുള്ള ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ എല്ലാവരും പഠിക്കാൻ പറ്റില്ല. കാരണം അത് അക്കാഡമിക് സ്റ്റഡിയാണ്. അപ്പോൾ സാധാരണക്കാരന് ബൈബിൾ വായിക്കാം, അതിൻ്റെ അകത്ത് വാക്യങ്ങൾ വായിക്കാം. പക്ഷേ അക്കാഡമികമായിട്ട് ബൈബിൾ പഠിക്കണമെങ്കിൽ പാസ്റ്റർ TJ സാമുവേൽ പറയുന്ന പോലെ അതിൻ്റെ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ പഠിക്കണം. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നതാണ് എന്നെ ഭയങ്കരമായിട്ട്, സത്യം പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് നമുക്കൊരു പ്രശ്നമുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, ബൈബിൾ ജൂയിഷ് കോണ്ടെക്സ്റ്റിലല്ല എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അങ്ങ് നിഷേധിക്കുക. യഥാർത്ഥത്തിൽ ബൈബിൾ എഴുതപ്പെട്ടത് ജൂയിഷ് കോണ്ടെക്സ്റ്റിലാണ്. ഈ പറയുന്ന പാസ്റ്റർ തന്നെ അതിൻ്റെ 2ാം ഭാഗത്ത് പറഞ്ഞു വന്നപ്പോൾ ഇതിനെല്ലാം അങ്ങ് നിരത്തി. ബൈബിള് ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും യഹൂദ കോണ്ടെക്സ്റ്റിലല്ലാതെ പിന്നെ ഏത് കോണ്ടെക്സ്റ്റിലാണ്? ആദ്യം എന്തോ പറഞ്ഞത്? ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ എൻ്റെ മുന്നിലിരിക്കുന്ന പാസ്റ്റർമാരെ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പാസ്റ്റർ TJ സാമുവേൽ പറഞ്ഞിട്ട് അവരെ തിരുത്തുകയും അവരെ ശരിയായ രീതിയിൽ അതിൻ്റെ ഹിസ്റ്ററിയും കൾച്ചറും അതിൻ്റെ ലിംഗ്വിസ്റ്റിക്കും അതുപോലെ എന്താ പറയുന്നത് എല്ലാം പഠിക്കണം, അല്ലെ റിലീജിയസ് കോണ്ടെക്സ്റ്റും എല്ലാ കോണ്ടെക്സ്റ്റും പഠിക്കണം. ഒരുപാട് കോണ്ടെക്സ്റ്റ് ഉണ്ട്. എൻ്റെ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ബൈബിൾ ഹെർമനോട്ടിക്സ്, ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതിൽ ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. അത് അത്ര വലിയ ഒരു എന്താ പറയുന്നത് നല്ല ക്ലാസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വിശദീകരിച്ചു. ഈ പലതരത്തിലുള്ള ക്രിട്ടിക്കൽ സ്റ്റഡികൾ എങ്ങനെയൊക്കെ നടത്താമെന്നൊക്കെ വിശദീകരിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഇദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നേരെ അതിന് ഓപ്പോസിറ്റാണ് പറഞ്ഞത്. എന്തോ പറഞ്ഞത്? ബൈബിൾ എഴുതിയത് ജൂയിഷ് കോണ്ടെക്സ്റ്റിലാണെന്നൊക്കെ കുറേ പേര് പറയുന്നു, പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി പ്രസംഗം പോയത്. കണ്ടോ, ഇതാണ് പ്രശ്നം. ഇതാണ് ഇവരുടെയൊക്കെ ഒരു കുഴപ്പം. ഈ നല്ല കാര്യം പറയും, നേരെ അടുത്ത സെൻറ്റൻസിൽ പോയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളും പറയും. അതുകൊണ്ടാണ് സഭ ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ സഭ നൽകി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ ഓരോ വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് അമ്പേ പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇനി
ഈ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ നേടുന്നവർ പലപ്പോഴും, എന്നോട് നിങ്ങൾ പിണക്കം തോന്നരുത്, വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ലെവലിലുള്ള തിയോളജിക്കൽ എഡ്യൂക്കേഷനാണ് നേടുന്നത്. അതൊരു വലിയ അപകടമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകളെ അത് സാരമായി ബാധിക്കും. അപ്പം സഭാ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വളരെ ബൃഹത്തായ അക്കാഡമിക് നല്ല സിലബസുള്ള ഒരു തിയോളജിക്കൽ കരിക്കുലം രൂപപ്പെടുത്തി അവരെ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഞാനും തിയോളജി പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് പല ബൈബിൾ കോളേജുകളിലും ഈ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അവിടെ അതിനുള്ളൊരു അന്തരീക്ഷമോ ഒരു കരിക്കുലമോ ഒരു സിലബസോ ഇല്ല. എന്നാൽ ഈ സറാംപൂർ കോളേജുകളിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. അവർക്ക് കൃത്യമായിട്ട് സിലബസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതനുസരിച്ച് പോയാലേ പറ്റും. അല്ലാത്ത കോളേജ് ഇവാഞ്ചലിക്കൽ സർക്കിളിലാണ് ഈ പ്രശ്നമുള്ളത്. അത് വലിയ പ്രശ്നമാണ്. ഇനി ഒരു സിലബസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഇതൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്നത് ഞങ്ങളുടെ അപ്പച്ചന്മാർ പഠിപ്പിച്ചതാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. ഈ അപ്പച്ചന്മാരെന്ന് പറയുന്നവർ ഈ തിയോളജി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവർക്കെല്ലാം പഠിക്കുകയും വേണം. അപ്പോൾ തന്നെ പറയും ഞങ്ങളുടെ അപ്പച്ചന്മാർ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചതാണെന്ന് പറയും. അതും മതി ഞങ്ങൾക്ക്, പിന്നെ ഞങ്ങൾക്ക് കേവലം ഒരു ഡിഗ്രിയൊക്കെ വേണം, അതിനെങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പരിപാടി തരണമെന്നൊക്കെ ഇവർ പറയും. എന്നെപ്പോലുള്ളവർക്ക് ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ വളരെ വേദനിച്ചിട്ടുണ്ട്. കാരണം ശരിയായ രീതിയിലൊന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കോളേജിലെ അന്തരീക്ഷവും ഈ കുട്ടികളുടെ സമീപനവും ഇത് വേദവിദ്യാർത്ഥികളുടെ ഈ സമീപനത്തിലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് കേവലം എങ്ങനെയും ഒന്ന് പാസ്സായാൽ മതി. അങ്ങനെയുള്ളവർക്കും ഈ ബൈബിള് പഠിക്കാൻ വലിയ പ്രയാസമാണ്. അവർ പിന്നെ ഇങ്ങനെ അങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങ് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബൈബിൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. ഞാൻ ഈ TJ സാമുവേൽ എന്ന് പറയുന്ന പാസ്റ്റർ പറഞ്ഞ കാര്യം പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇതെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് പറയുക ബൈബിൾ ജൂയിഷ് കോണ്ടെക്സ്റ്റിലെ അല്ല. എന്തൊരു മണ്ടത്തരമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും നമുക്കറിയാം. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠിക്കണമെങ്കിൽ തന്നെ ജൂയിഷ് കോണ്ടെക്സ്റ്റ് പഠിക്കണം, ഇല്ലേ? ജൂയിഷ് കോണ്ടെക്സ്റ്റ് പഠിക്കണം. പിന്നെ അടുത്തത് ഗ്രീക്ക് കോണ്ടെക്സ്റ്റ് പഠിക്കണോ? വേണം. ഗ്രീക്ക് ഫിലോസഫി അറിയാതെ യോഹന്നാൻ്റെ സുവിശേഷം തൊടാൻ പോലും പറ്റുകയില്ല. പിന്നെ ഞങ്ങൾ എന്നും യോഹന്നാൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരാണെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത് പകുതിയും മണ്ടത്തരമായിരിക്കും. യാതൊരു സംശയവുമില്ല, ഒരു സംശയവും ഇതിന് വേണ്ട. ഗ്രീക്ക് കോണ്ടെക്സ്റ്റ്, കാരണം യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഹെലനിസ്റ്റിക് ജ്യൂസ് ആണുള്ളത്, ഹെലനൈസ്ഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തോട് ഇടകലർന്ന യഹൂദന്മാരാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞ് അങ്ങ് വിട്ടുപോയി. സഭയാണോ ആദ്യം ഉണ്ടായത്, ബൈബിളാണോ ആദ്യം ഉണ്ടായത്? അപ്പം കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. എന്തോ ഒരു അറിവ്, ആ ഒരു ചോദ്യത്തിൽ തന്നെ ഒരു ഭയങ്കര ഇതുണ്ട്. ഞാനതിന് ആൻസറൊന്നും കൊടുത്തില്ല. അപ്പം ഞാൻ പിന്നെയും അദ്ദേഹത്തോടൊന്ന് ചോദിച്ചപ്പം എന്നോട് എടുത്ത വായിൽ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് ഉത്തരവെഴുതിയിട്ടുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ഇതാണ് ആൻസർ. അപ്പം ആൻസറായി. സഭയാണോ ആദ്യം ഉണ്ടായത് അതോ ബൈബിളാണോ ആദ്യം ഉണ്ടായത്? അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉടനെ വാക്യമാണ്. കാരണം എന്ത് പറഞ്ഞാലും വാക്യം എടുത്തുകൊണ്ട് വരിക, എന്ത് പറഞ്ഞാലും വാക്യം എടുക്കുക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാപ്പാടാണ്. ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് വചനം കൃത്യം അല്ലെങ്കിൽ ബൈബിൾ വാക്യങ്ങൾ അറിയാമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട, അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഒരിക്കലും ആരെയും മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു. ഇതാണ് ഉത്തരം. ഇപ്പോൾ സഭയാണോ ആദ്യം ഉണ്ടായത്, ബൈബിളാണോ ആദ്യം ഉണ്ടായത്? അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഉത്തരം കിടപ്പുണ്ട്. ആദ്യം വചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വചനം എന്ന് പറയുന്നത് 66 പുസ്തകമാണെന്ന് പറയുക. നിങ്ങൾ പറയുക 66 പുസ്തകത്തിൻ്റെ കാര്യമാണോ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്? അവിടെ യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഈ ഫിലോസഫി വളരെ പ്രബലപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ പ്ലേറ്റോണിക് ഫിലോസഫിയുടെ വലിയ സ്വാധീനമുള്ള ആ ലോകത്തിൽ, ഗ്രീക്ക് ലോകമെന്ന് വേണേൽ നമുക്ക് പറയാം, ആ ലോകത്തിൽ അവരോടുള്ള ടോക്കാണത്. അവരെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു ടോക്കാണ്. അപ്പം ഈ എല്ലാത്തിനും ഉത്തരവുണ്ട്. എവിടെ? ബൈബിളിലെ വാക്യത്തിൽ. അവിടെ വാക്യം, അവിടെ വാക്യം, ഇവിടെ വാക്യം, അവിടെ വാക്യം, ഇങ്ങനെല്ലാം വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ എടുത്തു വെച്ച് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന രീതി അക്കാഡമികമായ രീതി അല്ല. എന്നോട് നിങ്ങൾ പിണങ്ങരുത്. അക്കാഡമികമായ രീതി അല്ല. ബൈബിൾ എടുത്തു വെച്ച് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പിറക്കി വാക്യം എടുത്തു വെച്ച് നിങ്ങൾ ഞാൻ പറയുന്നത്
ഇതൊക്കെ പറയുമ്പോൾ ചിലർ വന്ന് കമൻ്റ് അടിക്കും. അങ്ങനെ കമൻ്റ് അടിച്ചാലും കുഴപ്പമില്ല. ഈ ബൈബിൾ അക്കാഡമികമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ ബൈബിൾ പഠിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഉത്തരങ്ങൾ ലഭിക്കൂ. എന്താണ് ഞാൻ യൂണിവേഴ്സിറ്റി ലെവലെന്ന് ഉദ്ദേശിച്ചത്? നമുക്കറിയാം പ്രാഥമിക വിദ്യാഭ്യാസമുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. 1-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു, 2-ൽ പഠിക്കുന്നു, അങ്ങനെ പഠിച്ചു വരുന്നു. ഹൈസ്കൂൾ പാസ്സാകുന്നു, നമ്മൾ 12-ാം ക്ലാസ്സിലേക്ക് പോകുന്നു, അതിനുശേഷം കോളേജിലേക്ക് പോകുന്നു, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു, പിന്നെ PhD എടുക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പോസ്റ്റ് ഡോക്ടറേറ്റ് എടുക്കുന്നവരുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ബൈബിൾ പഠിക്കുന്ന കാര്യത്തിൽ? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബൈബിളിനെ സമീപിക്കേണ്ടത്? ഇതൊരു ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബൈബിൾ ഒരു ഏൻഷ്യൻ്റ് ബുക്കാണ്. ഈ ബുക്കെന്ന് പറഞ്ഞാൽ പോലും ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള പിണക്കം വരും. ബുക്ക്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ദൈവത്തിൻ്റെ വചനം. ഓക്കെ, എന്നാൽ ശരി, ദൈവത്തിൻ്റെ വചനം അത് സമ്മതിച്ചു. ബുക്കെന്നൊക്കെ പറയും, ഏൻഷ്യൻ്റ് ബുക്കെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ ആകെപ്പാടെ വേണേൽ ശാസിച്ച് കളയും. ഇതെല്ലാം പൈശാചികമാണെന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരു ഏൻഷ്യൻ്റ് ബുക്കാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഈ ബൈബിൾ എഴുതിയത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ബൈബിൾ എഴുതിയത്. ഇന്ന് നമുക്കറിയാം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ, അതായത് ബൈബിൾ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ, അവർ പുരാവസ്തു വകുപ്പ്, ആ നാടുകളിലുള്ള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന സർവേകൾ, അവരുടെ പഠനങ്ങൾ, ഒരുപാട് കണ്ടെത്തലുകളിൽ പുതിയ അറിവുകൾ ബൈബിളിനെക്കുറിച്ചും ബൈബിൾ സംഭവങ്ങളെക്കുറിച്ചും ബൈബിൾ ലോകത്തെക്കുറിച്ചുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കുന്നത്. അത് പറ്റത്തില്ല. കാരണം ബൈബിളെന്ന് പറയുന്നത് അങ്ങനെ, കാരണം ഇതെന്നേക്ക് സ്ഥിരമായിരിക്കുന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കിയോളജി ഒന്നും വേണ്ട എന്ന് പറയുന്നവർ അങ്ങനെ പോകാം. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രാഥമികമായ ക്ലാസ്സുകളിലാണ് ഇരിക്കുന്നത്, സമ്മതിച്ചേ പറ്റൂ. നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുക എത്രാം ക്ലാസ് വരെ പഠിച്ചു? 5-ാം ക്ലാസ് വരെ, 4-ാം ക്ലാസ് വരെ. വേറെ ആൾക്കാർ ചോദിക്കുമ്പോൾ 10-ാം ക്ലാസ് വരെ. 10-ാം ക്ലാസ് പാസ്സായോ? ഇല്ല. 12 പാസ്സായോ? ഇല്ല. ഞാൻ 12 പാസ്സായി. എത്ര വരെ പഠിച്ചു? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചു. ഇത് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന അറിവിൽ നിന്ന് അല്പം പോലും വളർച്ചയില്ലാത്തൊരു മേഖലയിലാണ് പലപ്പോഴും പലരും ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലതും അംഗീകരിക്കാനായിട്ടും റിസീവ് ചെയ്യാനായിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. പുതുതായി കിട്ടുന്ന ഇൻഫർമേഷൻസിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു ഏൻഷ്യൻ്റ് ടെക്സ്റ്റാണ്. ഏൻഷ്യൻ്റ് ലോകത്തിൽ, അതിപുരാതന ലോകത്തിൽ നടന്നൊരു ടെക്സ്റ്റാണ്. ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെ 2025 വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഇത് മുട്ടയിലിരുന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒരാളോട് പണ്ട് ചോദിച്ചു, എവിടാ പഠിച്ചതെന്ന് ചോദിച്ചു, പരസ്യമായിട്ടൊരു പബ്ലിക് പ്ലേസിൽ. ഞാൻ ചോദിച്ചു ഏത് സഭയാണെന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇന്നടത്തായിരിക്കും പഠിച്ചതല്ലേ എന്ന് ചോദിച്ചു, ഇന്ന ബൈബിൾ കോളേജിലായിരിക്കും പഠിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിനോട് എടുത്ത വായിൽ ഇച്ചിരി ദേഷ്യത്തിൽ പറയും, ഞാൻ മുട്ടിന്മേൽ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. ഈ മുട്ടിന്മേൽ ബൈബിൾ കോളേജിൽ പഠിച്ചവർക്കൊന്നും ഈ ഭാഗത്തോട്ട് അവർ വരണ്ട. അവർ ആ മുട്ടയിലിരുന്നുള്ള അറിവുകൾ അവർ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ മുട്ടിന്മേൽ ബൈബിൾ കോളേജിൽ പഠിച്ചവർ മുട്ടിന്മേലുള്ള അറിവുകൾ പകർന്നോട്ടെ, അവർ അത് പഠിപ്പിച്ചോട്ടെ. ഇനി ചില ആൾക്കാർ പറയും, ഞാൻ പ്രാർത്ഥനാന്തരീക്ഷത്തിലുള്ള ഒരു ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അപ്പം അത് മനസ്സിലാക്കാം. അപ്പോൾ അവരങ്ങനെ പഠിച്ചോട്ടെ, കാരണം അവരൊക്കെ ആ ലെവലിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റും. ബൈബിൾ ഒരു ഏൻഷ്യൻ്റ് ബുക്കാണെന്ന് പറഞ്ഞാൽ ഷെടാ ഇത് ദൈവവചനമാണ്. തീർച്ചയായിട്ടും ദൈവവചനമാണ്, സംശയം എന്താ? ഇതിൻ്റെ അകത്ത് ദൈവവചനം ഉണ്ട്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഇപ്പം എനിക്ക് സോപ്പിട്ട് പറയാൻ പറ്റത്തില്ല, ഇതിൻ്റെ അകത്ത് ദൈവവചനം ഉണ്ട്. ഇത് മുഴുവൻ ദൈവവചനമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ബുദ്ധി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, ഇത് മുഴുവൻ ദൈവവചനമാണോ? ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന മൊത്തം ദൈവവചനമാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കുറേ ഭാഗങ്ങൾ അടുത്ത ഞായറാഴ്ച നിങ്ങൾ വായിക്കാനൂടെ തയ്യാറാകണം. പരസ്യമായി അടുത്ത ഞായറാഴ്ച പല ഭാഗങ്ങളും, വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും വായിച്ച് ധ്യാനിച്ച് ആരാധിച്ച് പോകാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, മുഴുവൻ ദൈവവചനമാണെന്നുണ്ടെങ്കിൽ നല്ല ചില ഭാഗങ്ങൾ ഞാൻ എടുത്തു തരാം. അത് നല്ലതായിട്ട് വായിക്കണം, ഉറക്കെ വായിക്കണം, പിള്ളേരെല്ലാം കേൾക്കുക, എല്ലാം വായിച്ച് ധ്യാനിച്ച്
അത് കാണാതെ പഠിച്ചുകൊണ്ടുകൂടെ വരാൻ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അപ്പം അതുകൊണ്ട് ഈ 66 പുസ്തകങ്ങളും ഇങ്ങനെ മൊത്തത്തിൽ ദൈവവചനമാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. എല്ലാ ഞായറാഴ്ച അത് വായിക്കണം, പിള്ളേരെല്ലാം എല്ലാം വായിച്ച് അവരുടെ ചെവിയിലൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. കാരണം മുഴുവൻ ദൈവവചനമാണല്ലോ. കാരണം ഇത് മുഴുവൻ ദൈവം ഇങ്ങനെ മേളി സ്വർഗത്തിൽ എഴുതി 66 പുസ്തകം മേളി വെച്ചിരിക്കുകയായിരുന്നു. ആ മേളി വെച്ചിരിക്കുന്ന പുസ്തകം ഇങ്ങോട്ട് താഴോട്ട് കൊടുത്തു വിട്ടു. ഇവിടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കോട്ടയത്ത് കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് എവിടുന്ന്, സ്വർഗത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ വായിക്കണം, മൊത്തം വായിക്കണം. അപ്പം അപ്പോൾ ഇതൊരു ഏൻഷ്യൻ്റ് ബുക്കാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ കൾച്ചറും അന്നത്തെ ഭാഷയും അന്നത്തെ സംസ്കാരത്തിലും അന്നത്തെ ലോകത്തിൽ എഴുതപ്പെട്ടതാണ്, ഏൻഷ്യൻ്റ് വേൾഡിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിൾ. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വാക്കുകളുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ ലോകത്തിലെ ഭാഷ മനസ്സിലാക്കണം, അന്നത്തെ കൾച്ചർ മനസ്സിലാക്കണം, അന്നത്തെ ഈ കലാരൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, അന്നത്തെ കെട്ടിട നിർമ്മാണ രീതി, അന്നത്തെ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ, ശലോമോൻ്റെ ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് കയറി ചെന്നാൽ വൈറ്റ് വാഷ് അടിച്ചിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. ഈ ശലോമോൻ്റെ ടെമ്പിൾ എന്നൊന്നും പറയുന്നത് വൈറ്റ് വാഷ് അടിച്ച് വെള്ള അടിച്ചിട്ടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. അതിൻ്റെ അകത്ത് കെരൂബുകളും ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങൾ കേട്ടോണം. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിൽ. ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ക്യാമ്പസിൽ അതിൻ്റെ മുന്നിൽ മുഴുവനും സ്റ്റാച്യൂസാണ്. ഇതറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ, സ്റ്റാച്യൂസ്, പ്രതിമകളാണ്, മുഴുവൻ പ്രതിമകൾ വെച്ചേക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പെന്തിക്കോസ്ത് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചർച്ച് ഓഫ് ഗോഡ്, ടെന്നസിയിലുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ മുഴുവനും പ്രതിമകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി സംശയം ഉണ്ടെങ്കിൽ അവിടെ ഉള്ളവരോട് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും. ഇവർക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഈ പ്രതിമയെല്ലാം കൂടെ വെച്ച് ഇവിടെ എങ്ങാനും ഒരു ഫോട്ടോ എങ്ങാനും വെച്ചാൽ മതി, അത് പിശാചാണെന്ന് പറയുന്ന ആളുകളാണ്. മുഴുവനും ഉള്ള പ്രതിമയെല്ലാം കൂടെ വെച്ചിരിക്കുക. പറഞ്ഞ പിടി കിട്ടിയോ? ഓരോ കൾച്ചർ അനുസരിച്ച് അവർക്കതൊരു തെറ്റല്ല. അവരാരും അതിനെ പോയിട്ട് നമിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു കലാരൂപം എന്ന രീതിയിൽ അവരതിനെ കാണുന്നു, അവരതിന് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. നാളെ അതിൻ്റെ അടുത്ത് പോയി ആരെങ്കിലും ഒരു വേണ്ടാത്ത എന്തെങ്കിലും കാണിച്ചാൽ തീർച്ചയായിട്ടും ആ കോമ്പൗണ്ടിലുള്ളവർ കണ്ടാൽ അവർ പ്രതികരിക്കും. കാരണം അതിനൊരു സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. ആരാധിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. ബൈബിളിലെ സംഭവങ്ങളെല്ലാം പ്രതിമ രൂപത്തിൽ, സ്റ്റാച്യു രൂപത്തിൽ കലാപരമായിട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഈ സംസ്കാരങ്ങൾ പഠിക്കണം. ബൈബിളിലെ സംസ്കാരങ്ങൾ, അതിപുരാതന ലോകം, മെസപ്പൊട്ടോമിയ സംസ്കാരം, കനാന്യ സംസ്കാരം തുടങ്ങി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഴുത്തുകൾ, അന്നുണ്ടായിരുന്ന എപ്പിക്സ്, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതെല്ലാം ബൈബിളിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പഴയ നിയമത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തെ ജൂയിഷ് കൾച്ചർ സ്വാധീനിച്ചിട്ടുണ്ട്, യഹൂദ മതം സ്വാധീനിച്ചിട്ടുണ്ട്, ഗ്രീക്ക് കൾച്ചർ സ്വാധീനിച്ചിട്ടുണ്ട്, ഗ്രീക്ക് ഫിലോസഫി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന പല ലേഖനങ്ങളും ഫിലോസഫിയുണ്ട് അതിൻ്റെ അകത്ത്. ഇനി വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറാണ്. എന്താണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? യഹൂദന്മാർ അവരുടെ സമാധാനത്തിന് വേണ്ടി എഴുതിയതാണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. അവർ കടന്നു പോകുന്ന വലിയ പീഡകളുടെ മധ്യത്തിൽ, അവർ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാളെ ഒരു ഫ്യൂച്ചർ ഹോപ്പ്, നാളെ ഒരു ഭാവി പ്രത്യാശ, നാളെ എല്ലാം ശരിയാകുമെന്നുള്ള പ്രത്യാശയിൽ അവരുടെ കൾച്ചറിലും അവരുടെ ലാംഗ്വേജിലും അന്നത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. അപ്പോൾ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിനെ നമ്മൾ എങ്ങനെ കാണണം? വെളിപ്പാട് സാഹിത്യങ്ങൾ, അത് എസെക്കിയേലിൻ്റെ പുസ്തകം അപ്പോക്കാലിപ്റ്റിക്കാണ്, ഡാനിയേൽ അപ്പോക്കാലിപ്റ്റിക്കാണ്, ഈ പറയുന്ന അപ്പോക്രിഫൽ ബുക്സിൻ്റെ അകത്ത് അപ്പോക്കാലിപ്റ്റിക് ആയിട്ടുള്ള റൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അപ്പോക്കാലിപ്റ്റിക് റൈറ്റിങ്സ് എന്തിനാണ് എഴുതുന്നത്? ഇതാണ് ഞാൻ ഇന്നാളീ പറഞ്ഞ ഈ പാശ്ചാത്യ സുവിശേഷം അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജി ഇതിനെയെല്ലാം പൊല്യൂട്ട് ചെയ്തു. ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നത് അമേരിക്കയിലല്ല, ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നത് കാനഡയിലല്ല, ബൈബിൾ സംഭവങ്ങൾ നടക്കുന്ന ജർമ്മനിയിലുമല്ല, ഇംഗ്ലണ്ടിലുമല്ല, അവിടുത്തെ ഒരു മിഷണറിമാരുമല്ല ബൈബിളിൻ്റെ എഴുത്തുകാർ. ബൈബിളിൻ്റെ ലോകമെന്ന് പറയുന്നത് മധ്യപൂർവേഷ്യൻ ലോകമാണ്, ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ രാജ്യങ്ങളാണ്.
അപ്പം പാശ്ചാത്യരെഴുതുന്നതല്ല സത്യം, പൗരസ്ത്യ ദേശത്തുള്ള എഴുത്തുകാരെഴുതുന്നതാണ് സത്യം. അതിന് സംശയമൊന്നും വേണ്ട. അപ്പോസ്തലനായ പൗലോസ്, ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, സഭാപിതാക്കന്മാർ, ഇവരെല്ലാം എവിടെയുള്ളവർ? അമേരിക്കയിലുള്ളവരാണോ, ഇംഗ്ലണ്ടിലുള്ളവരാണോ, ജർമ്മനിയിലുള്ളവരാണോ? പിന്നെ റോം, അത് നമുക്കറിയാം പാശ്ചാത്യമാണ്, വെസ്റ്റേൺ ആണ്, അവിടെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് റോമൻ സഭയുണ്ടായത്. വെസ്റ്റേൺ ചർച്ചിൻ്റെ ആസ്ഥാനം, റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് റോമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ പാശ്ചാത്യരുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെല്ലാം പൊല്യൂട്ടഡായി. ഇതിനെല്ലാം ഒരുപാട് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടായി. ബൈബിളിൻ്റെ എഴുത്തുകളിൽ, അതിൻ്റെ തർജ്ജിമകളിൽ രാഷ്ട്രീയ സ്വാധീനം, രാജാക്കന്മാരുടെ സ്വാധീനമുണ്ടായി. ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കലുകളുണ്ടായി. ബൈബിൾ എഡിറ്റിങ്ങിന് വിധേയമായൊരു പുസ്തകമാണ്. ബൈബിൾ എഡിറ്റിങ്ങിന് വിധേയമായി. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിക്കാം? ഇത് പഠിക്കണമെങ്കിൽ ബൈബിൾ കാനോനീകരണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ബൈബിളിനെ നമ്മൾ സമീപിക്കേണ്ടത് ഇങ്ങനെ പല വഴിക്കൂടെ ചേർന്നാണ്. ബൈബിൾ കാനോനീകരണം, ബൈബിൾ എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടി, ബൈബിൾ ആര് തന്നു, ഏത് സഭയാണ് ബൈബിൾ തന്നത്? പല ആൾക്കാരും പറയുന്ന അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു പ്രശ്നം. ഇത് പഠിക്കാൻ ശ്രമിക്കുക. ബൈബിൾ എവിടെ നിന്ന് കിട്ടി, ബൈബിൾ എവിടെ നിന്ന് കിട്ടി, ബൈബിൾ ആരാണ് തന്നത്, ഇതാരാണ് കൂട്ടിച്ചേർത്തത്, ഏത് സഭാപിതാക്കന്മാരാണ് കൂട്ടിച്ചേർത്തത്? ഇത് അമേരിക്കയിലെ സായിപ്പ് കൂട്ടിച്ചേർത്ത പുസ്തകമല്ല. ഇത് അമേരിക്കയിലെ സായിപ്പ് കൂട്ടിച്ചേർത്ത പുസ്തകമല്ല. ഇത് സഭാപിതാക്കന്മാർ കൂട്ടിച്ചേർത്ത പുസ്തകമാണ്. ചർച്ച് ഫാദേഴ്സ്, അപ്പോസ്തോലിക പിതാക്കന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരെ നമ്മൾ പറയുന്നത് അപ്പോസ്തോലന്മാരുടെ ശിഷ്യന്മാരും അതിന് ശേഷം വന്ന സഭാപിതാക്കന്മാരുമാണ് ബൈബിള് ഇപ്രകാരം കൂട്ടിച്ചേർത്ത. അല്ലെന്നെങ്ങാനും പറയുന്ന തെളിയിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചുകൊള്ളുക. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയല്ല. ഞാൻ ഇത്രയും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പല ആളുകളും ഇടുന്ന പല വീഡിയോസും കാണുമ്പോൾ ബൈബിള് എന്തോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത പുസ്തകമാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാണെന്ന് തോന്നിപ്പോവും. ഈ മിഷണറിമാർ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൈബിൾ കൂട്ടിച്ചേർത്ത ആരാണ്? ഏത് സഭാപിതാവാണ്? ഇതെല്ലാം ഞാൻ തന്നെ പറയണമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര നല്ലതല്ല. കാരണം നമ്മളൊന്ന് പഠിക്കാനും, നമ്മളൊന്ന് ഗവേഷണം നടത്താനും, നമ്മളൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനും ഒന്ന് തയ്യാറാകണം. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഈ കാനോനീകരണത്തെക്കുറിച്ച് പഠിക്കണം, ബൈബിളിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കണം. അതേ സംസ്കാരം പഠിക്കുന്നത് പറഞ്ഞാൽ മധ്യപൂർവേഷ്യൻ സംസ്കാരം, ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനൊരു പുസ്തകം നിങ്ങൾക്ക് നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയായിരുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്ക്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ആ ബുക്ക് വായിച്ച് പഠിക്കാം. നിങ്ങൾ ഇനി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ബുക്കിൻ്റെ പേര് തരാം. ആമസോണിലൊക്കെ ആ ബുക്ക് കിട്ടും. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഠിക്കാൻ പറ്റിയൊരു ബുക്കാണ്. അപ്പോൾ ഇങ്ങനെ ബൈബിളിനെ നമ്മൾ സമീപിക്കേണ്ടത് ഇത് ഈ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇനി ഓഡിയൻസ് റെലവൻസ്, അന്നത്തെ ഓഡിയൻസിന് ഇത് കൃത്യമായി മനസ്സിലായി. നമുക്കെങ്ങനെ ഇത് മനസ്സിലാകുന്നത്? നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല. ബൈബിൾ എഴുതപ്പെട്ട കാലത്തിലെ ഓഡിയൻസ്, ഇപ്പോൾ യേശു സംസാരിച്ച, യേശുവിനെ കേട്ട ആളുകൾ, അവരാണ് ഓഡിയൻസ്. നമുക്കറിയാം ഓഡിയൻസ് റെലവൻസ്. അവർക്കിത് മനസ്സിലായി, നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് പഠിക്കണം. അല്ലാതെ ഇത് മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ ബൈബിളിലെ സത്യങ്ങൾ മനസ്സിലാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ അകത്ത് ഒരു 99% മണ്ടത്തരമായിരിക്കും. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് അവർക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം അവർക്കിതൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ പറയുന്നതല്ലേ ഇവർ കേൾക്കുന്നത്. നമ്മൾ പറയുന്നത് ഇവർ കേൾക്കുന്നു, അവരെല്ലാം സ്വീകരിക്കുന്നു, അവർ ഹാലേലുയ എന്ന് പറയുന്നു. അത് മതിയല്ലോ നമുക്ക് 10 ഹാലേലുയ പോരെ. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അപ്പോൾ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയുള്ള പരിപാടി, പ്രസംഗം ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമുക്കിപ്പം പോകുന്ന വഴി കൂടെ തന്നെ അങ്ങ് പോകാം. സഭയുടെ പിതാക്കന്മാരാണ് ബൈബിള് ഇപ്രകാരത്തിൽ ആക്കി തന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ സഭയുടെ പിതാക്കന്മാരെ ചീത്ത വിളിക്കും. ആ സഭയുടെ പിതാക്കന്മാരോട് ബഹുമാനമില്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, സഭയുടെ പിതാക്കന്മാർ അമേരിക്കക്കാരല്ല. സഭയുടെ ഒരു പിതാവും അമേരിക്കയിലില്ല. സഭയുടെ ഒരു പിതാവും ഇംഗ്ലണ്ടിലില്ല. സഭയുടെ ഒരു പിതാവും ജർമ്മനിയിലുമില്ല. സഭയുടെ പിതാക്കന്മാരെല്ലാം ജെറുസലേമിലും
അന്ത്യോക്യയിലും അലക്സാൻഡ്രിയയിലും റോമിലുമാണ് സഭയുടെ പിതാക്കന്മാരുണ്ടായിരുന്നത്. സഭയുടെ പിതാക്കന്മാരെവിടെയാണ്? ജെറുസലേമിലുണ്ടായിരുന്നു ശിഷ്യന്മാർ. അതിനുശേഷം ഈ ശിഷ്യന്മാർ മരിച്ചുപോയി. ഈ പല ആളുകളും ചിന്തിക്കുന്നത് ശിഷ്യന്മാർ മാത്രമാണ് സഭയെ വളർത്തിയെന്നുള്ളതാണ്. അതായത് ശിഷ്യന്മാർ മരിച്ചുപോയില്ലേ? മരിച്ചുപോയി. അതിനുശേഷം ഈ കുഞ്ഞിനെ ആരാ വളർത്തി? സഭയാകുന്ന ഈ കുഞ്ഞിനെ ആരാ വളർത്തി? ഞാൻ കുഞ്ഞെന്ന് പറയുന്ന ആ ശൈശവാവസ്ഥയിലുള്ള സഭയെ ആരാ വളർത്തി? ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ. അതുകൊണ്ട് ആ ശിഷ്യന്മാരെ ഓർക്കും, അവരുടെ ഓർമ്മകളുണ്ട്, അവരെ ഓർക്കും. അവരെ ഓർക്കരുത്. ഞങ്ങൾക്ക് ഓർക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർ ചിലരുണ്ട്. ഞാനെന്നും പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടോക്കിൽ കുറച്ച് വിമർശനമുണ്ട്, ക്രിറ്റിസിസം ഉണ്ട്. നമുക്ക് ഈ ക്രിറ്റിസിസം കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മളെ കുറച്ചുകൂടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി അതൊന്ന്, ഇപ്പം എന്നെ ക്രിറ്റിസിസം ചെയ്യുന്നു, പെട്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യം തോന്നാം. പക്ഷേ നമ്മളിരുന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എടാ ആ ക്രിറ്റിസിസത്തിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമുണ്ട്, ഒന്ന് പഠിക്കണം. പെട്ടെന്ന് ഒന്ന് തപ്പി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് ഗൂഗിളിലൊക്കെ ഒന്ന് പരതി അല്ലെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അപ്പോൾ സഭയുടെ പിതാക്കന്മാരെ ആണ് ബൈബിൾ നമുക്ക് തന്നത്. അതായത് ഈ അപ്പോസ്തലന്മാർ മരിച്ചു, ഞാൻ ആദ്യം പറഞ്ഞു, അവരുടെ ശിഷ്യന്മാർ, അതിനുശേഷം അവരുടെ ശിഷ്യന്മാർ, നമ്മൾ സാറിന് ചർച്ച് ഫാദേഴ്സ് എന്ന് പറയും, അവരുടെ ശിഷ്യന്മാർ, പിന്നെ അവരുടെ ശിഷ്യന്മാർ, അവരാണ് സഭയെ വളർത്തിയത്. നമുക്കറിയാം ഒരു 5-ാം നൂറ്റാണ്ട് വരെയെങ്കിലും, 5-ാം നൂറ്റാണ്ടെന്ന് ഞാനങ്ങ് പറയുക, 5-ാം നൂറ്റാണ്ട് വരെയെങ്കിലുമുള്ള സഭാപിതാക്കന്മാരാണ് സഭയെ വളർത്തിയത്. സഭയുടെ പിതാക്കന്മാർ അമേരിക്കയിലാണെന്ന് പറഞ്ഞത് അമേരിക്കയിൽ ഹെഡ് ക്വാർട്ടേഴ്സുള്ള സഭകളുടെ ആളുകളാണ് പറഞ്ഞത്. അമേരിക്കയിൽ ഹെഡ് ക്വാർട്ടേഴ്സുള്ള സഭകൾ, അവിടെ നിന്നാണ്, അമേരിക്ക എന്നാണ് ഞങ്ങളുടെ സഭയെ സ്ഥാപിച്ചത്. സഭയുടെ പിതാക്കന്മാർ അമേരിക്കയിൽ നിന്നുള്ളവരല്ല. സഭയുടെ പിതാക്കന്മാർ യെരുശലേമിലും അന്ത്യോക്യയിലും അലക്സാൻഡ്രിയയിലും റോമിലും മാത്രമുള്ളവരാണ്. സഭയുടെ പിതാക്കന്മാർ അമേരിക്കയിലാണെന്ന് പറഞ്ഞ ആരാ പറഞ്ഞത്? ഇപ്പം ഞാനാണ് പറഞ്ഞത്. പക്ഷേ സഭയുടെ പിതാക്കന്മാർ അമേരിക്കയിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില സഭകളുടെ, ഇപ്പം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, അത് പറയുന്നതിൻ്റെ അകത്ത് കുഴപ്പമില്ല. ഞാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലുള്ള സഭയാണ്. എന്നാൽ ബൈബിൾ കൊടുത്തത് ഇംഗ്ലണ്ടിൽ നിന്നാണോ? അല്ല. ബൈബിളിൻ്റെ പ്രിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഇംഗ്ലണ്ടിൽ നടന്നു. KJV, കിങ് ജെയിംസ് വേർഷനൊക്കെ അവിടെ നിന്നാണ് ഇറങ്ങിയത്. പക്ഷേ സഭയുടെ പിതാക്കന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, സഭയുടെ പിതാക്കന്മാർ അവർ ഈ സഭയെ നയിക്കുകയും ബൈബിളിനെ ക്രോഡീകരിക്കുകയും ചെയ്ത പിതാക്കന്മാരാണ് സഭയുടെ പിതാക്കന്മാർ. അവരുടെ പുസ്തകങ്ങൾ വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ ബൈബിളിനെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത്, അവരുടെ കമൻസ് എന്താണ്, ബൈബിൾ വ്യാഖ്യാനം, കാരണം അവർക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം 1-ാം നൂറ്റാണ്ടിലുള്ള സഭയാണ്. കുഞ്ഞിനെ വളർത്തിയവർക്കെല്ലാം അറിയത്തുള്ളൂ. ആരാണ് കുഞ്ഞിനെ വളർത്തിയത്? അപ്പനാണ് വളർത്തിയെങ്കിൽ, അമ്മയാണ് വളർത്തിയെങ്കിൽ, അല്ല അപ്പനും അമ്മയും ഗൾഫിൽ പോയി, കുഞ്ഞിനെ വളർത്തിയത് ആരാ? കുഞ്ഞിനെ വളർത്തിയത് ഇവിടെയുള്ള ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ അവർക്കറിയാം. അപ്പം ഗ്രാൻഡ് പേരൻസ് ആണ് വളർത്തിയത്. അപ്പനും അമ്മയും ജോലിക്ക് ഗൾഫിൽ പോയെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് ആ കുഞ്ഞിനെക്കുറിച്ചെല്ലാം അറിയാം. അപ്പോൾ അവരാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. അല്ല അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും ഒന്നുമല്ല ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അവരുടെ ഇൻ്റർപ്രറ്റേഷനും അവരുടെ പുസ്തകങ്ങൾക്കകത്തും എഴുതിയിരിക്കുന്ന പാശ്ചാത്യ സുവിശേഷം മലിനമാക്കപ്പെട്ട സുവിശേഷമാണ്. കർത്താവിൻ്റെ സുവിശേഷം. അതെ, അതൊരു പ്രസ്ഥാനമാണ്. അത് ശരിയാ. പ്രസ്ഥാനം സഭയല്ല. സഭയും പ്രസ്ഥാനവും രണ്ടും രണ്ടാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം, എന്ത് പ്രസ്ഥാനം? സഭയും പ്രസ്ഥാനവും രണ്ടും രണ്ടാണ്. ആദ്യം മനസ്സിലാക്കുക. പ്രസ്ഥാനം, ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം, ഞങ്ങളുടെ ഒരു സമൂഹം, അതാ പറയുക, നമ്മുടെ ഒരു എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മൾ ഈ സഭയെയും പ്രസ്ഥാനത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്, അല്ലേ? പ്രസ്ഥാനമല്ല, പ്രസ്ഥാനം കൊണ്ട് എന്ത് പ്രയോജനമുള്ള? സഭയാണ് അതോറിറ്റി. സഭയിലൂടെയാണ് ദൈവികമായി ജ്ഞാനം ഒഴുകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബൈബിൾ എടുത്ത് വയ്ക്കുന്നവരെ ബൈബിളിനെ സമീപിക്കേണ്ടത് സഭയുടെ ആദിമ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിലൂടെ പോയി അതിൻ്റെ സംസ്കാരം പഠിച്ച്, യഹൂദ സംസ്കാരം പഠിച്ച്, ഭാഷ പഠിച്ച്, എബ്രായ ഭാഷ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. എനിക്ക് എബ്രായ ഭാഷ അറിയത്തില്ല. അറിയാവുന്ന ആളുകൾ നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. നമ്മുടെയൊക്കെ എല്ലാ ക്രിസ്തീയ സഭകളിലും ഇങ്ങനെ അറിയാവുന്നവരുണ്ട്. നിങ്ങൾ അവരെ യൂസ് ചെയ്യുക. കത്തോലിക്ക സഭ മുതൽ പെന്തിക്കോസ് സഭ വരെ നല്ല അറിവുള്ള ആളുകളുണ്ട്. അവരെ നിങ്ങൾ സമീപിക്കുക. കത്തോലിക്ക സഭ മുതൽ പെന്തിക്കോസ് സഭ വരെ എബ്രായ ഭാഷ അറിയാവുന്നവരുണ്ട്, ഗ്രീക്ക് അറിയാവുന്നവരുണ്ട്, സുറിയാനി അറിയാവുന്നവരുണ്ട്.
ഏറ്റവും പഴയ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2-ാം നൂറ്റാണ്ടിൽ ഒരു പെഷീത്ത സുറിയാനി ബൈബിളാണ്, സുറിയാനി ട്രാൻസ്ലേഷനാണ്, സുറിയാനി ഭാഷ. അത് ഏറ്റവും പഴക്കമുള്ള ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനാണ് പെഷീത്ത. എന്നത് മലയാളത്തിൽ അവൈലബിളാണ്. നല്ല കൃത്യമായ ട്രാൻസ്ലേഷനാണ്. വിശുദ്ധ ഗ്രന്ഥമെന്നാണ് അതിന് മലയാളത്തിൽ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളുമായിട്ടൊന്നും നിങ്ങൾ ചേർത്ത് വയ്ക്കാൻ പോലും പറ്റുകയില്ല. കാരണം 2-ാം നൂറ്റാണ്ടിലെ ട്രാൻസ്ലേഷനാണ്. അതാണോ വലുത്? ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളാണോ വലുത്? ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളും 2-ാം നൂറ്റാണ്ടിലെ സുറിയാനി പരിഭാഷയാണോ വലുത്? ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അടിച്ച ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനാണോ വലുത്? ഇതിപ്പോൾ ആരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം ഏതാണ് വലുത്. പെഷീത്ത ആണ്, സുറിയാനി ബൈബിളാണ് വലുത്. അതാണ് ട്രാൻസ്ലേഷൻ, കൃത്യമായ ട്രാൻസ്ലേഷൻ, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും പഴയ ട്രാൻസ്ലേഷൻ, നല്ലൊരു ട്രാൻസ്ലേഷൻ. അത് മലയാളത്തിൽ ലഭ്യമാണ്. കൃത്യമായ ട്രാൻസ്ലേഷൻ. അരാമിക് ഭാഷയുടെ ഒരു വകഭേദമാണ് നമുക്കറിയാം സുറിയാനി എന്ന് പറയും. അപ്പോൾ ഈ ബൈബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഓരോ വാക്യങ്ങൾ, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എങ്ങനെ പഠിക്കണം, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എങ്ങനെ പഠിക്കണം, ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനൂടെ ഞാനിങ്ങനെ മറുപടി പറയാം. താങ്കൾ ഈ ലൈവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തമായൊരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബൈബിളിനെ എങ്ങനെ സമീപിക്കണം. ഓരോ സഭകളും ബൈബിളിനെ എങ്ങനെയാണ് കാണുന്നത്? സഭാപിതാക്കന്മാരുടെ ലെറ്റേഴ്സിലൂടെ പോകണം, അവരുടെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കണം. കാരണം അവരാണ് സഭയെ സ്വീകരിച്ചത്, ആദ്യകാലത്തെ സഭയെ അവരാണ് വളർത്തിയത്. അതാണ് എൻ്റെ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലൈവ് നമ്മൾ ആദ്യം മുതൽ കാണാത്തതുകൊണ്ടാണ്. അപ്പം ഈ ബൈബിള് കയ്യിലെടുക്കുമ്പോൾ ഇത് മുഴുവനും 66 പുസ്തകവും സ്വർഗത്തിലിരിക്കുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. 66 പുസ്തകവും മേളിലിരിക്കുകയാണ്, അതിൻ്റെ കോപ്പി ഇവിടെ കോട്ടയത്ത് അടിച്ചാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ലൈവ് ചെയ്യുന്നത്. അവരാണ് ബൈബിളിലെ വാക്യങ്ങളെ പെറുക്കിയെടുത്ത് സംസാരിക്കുന്നത്. ആ വാക്യം എന്തോ എഴുതിയിരിക്കുന്നത്, ഈ വാക്യത്തിൽ അങ്ങനെ ഉണ്ട്, ആ വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്, ആ വാക്യത്തിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. കാരണം ഇതൊരു ഏൻഷ്യൻ്റ് ബുക്കാണ്, ഇതൊരു വളരെ പഴക്കമുള്ള പുസ്തകമാണ്. അപ്പോൾ ആ പഴയ കാലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ പിള്ളേരോട് പറയും, ഈ ഞങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങളുടെ കാലത്ത് ഇങ്ങനെയാണ് നമ്മൾ പറയത്തില്ലേ. ഞങ്ങൾ അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഇതായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളോട് ആ ഭാഷയിൽ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അല്ലെ, ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ടായി, ലാംഗ്വേജിൽ തന്നെ ഡെവലപ്മെൻ്റ് ഉണ്ടായി. ലിംഗ്വിസ്റ്റിക്സ്, ഭാഷാശാസ്ത്രം പഠിക്കാതെ നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ബൈബിളിനെ സമീപിക്കുമ്പോൾ സാഹിത്യ രൂപങ്ങൾ മനസ്സിലാക്കണം, റീറ്റോറിക്കൽ ഡിവൈസസ്, ലിറ്റററി ഡിവൈസസ് മനസ്സിലാക്കണം. വിവിധ സാഹിത്യ രൂപങ്ങൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് സാഹിത്യ രൂപങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ബൈബിളിൽ ഒരു മലയാള ബൈബിൾ എടുത്തിട്ട് ആ വാക്യത്തിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാഹിത്യ രൂപങ്ങൾ, ലിറ്റററി കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ റീറ്റോറിക്കൽ ഡിവൈസസ്, അതിൻ്റെ സാഹിത്യപരമായ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൾച്ചർ മനസ്സിലാക്കണം, സാഹിത്യം മനസ്സിലാക്കണം, ഓഡിയൻസ് റെലവൻസ്, ആരാരോട് പറഞ്ഞു, ആ കേട്ടവർക്ക് കൃത്യമായി മനസ്സിലായി. വെളിപ്പാട് പുസ്തകം കേട്ടവർക്ക്, അന്നത്തെ ആളുകൾക്ക് വെളിപ്പാട് പുസ്തകം, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ, എന്നോടൊരു സംശയം ചോദിച്ചുകൊണ്ടാണ്, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ അവർക്ക് മനസ്സിലായി. വെളിപ്പാട് പുസ്തകം എന്താണെന്ന് അവർ കൃത്യമായി, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നമ്പറുകൾ, സംഖ്യകൾ, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ്, ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയിലുള്ള ഒരുപാട് സിംബൽസ് ബൈബിളിൽ ഈ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ കോണ്ടെക്സ്റ്റിലേക്ക് പോകണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ അമേരിക്കയിൽ നിന്ന് കിട്ടിയ പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. കാരണം സായിപ്പിനല്ല ഇത് മനസ്സിലാകുന്നത്, ഇത് ആർക്ക് എഴുതിയതാണ്, ഇത് പശ്ചിമേഷ്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതിയാണ്, ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ, പാലസ്റ്റീൻ കോണ്ടെക്സ്റ്റിൽ, ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് ഈ പാലസ്റ്റീൻ കോണ്ടെക്സ്റ്റിലും ഒക്കെ എഴുതിയ കാര്യങ്ങൾ യെരുശലേമിലും അന്ത്യോക്യയിലും അവിടെ ഇവിടെയൊക്കെ എഴുതി ഈ പാശ്ചാത്യ അല്ലെങ്കിൽ ഈ പൗരസ്ത്യ ദേശങ്ങളിൽ എഴുതിയ കാര്യങ്ങളെ പാശ്ചാത്യരെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അത് എപ്രകാരം ശരിയാകുന്നുണ്ട്, എപ്രകാരം ഒത്തുവരുന്നുണ്ട്, അതിപ്പോൾ 2025 വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ സാമാന്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്.
സാമാന്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ സംഭവങ്ങൾ നടന്ന പുതിയ നിയമ കാലഘട്ടത്തിലെ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ യെരുശലേമാണെന്ന് നമുക്കറിയാം. അതിനുശേഷം അന്ത്യോക്യയാണെന്ന് അറിയാം. പിന്നെ അലക്സാണ്ട്രിയയിലേക്ക് പോയി, അത് കഴിഞ്ഞ് റോമിലേക്കും പോയി. അപ്പം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ബൈബിൾ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കോണ്ടെക്സ്റ്റും അവിടെയുള്ള ആളുകളും അവിടെ ഉള്ള സഭാപിതാക്കന്മാരുമാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ അവർക്കാണോ ബൈബിൾ വ്യാഖ്യാനിക്കാൻ അറിയാവുന്നത്, അതോ ഈ പറയുന്ന ഇന്നത്തെ ആധുനിക പാശ്ചാത്യരായിട്ടുള്ള തിയോളജിയൻസിനാണോ ബൈബിൾ വ്യാഖ്യാനിക്കാൻ അറിയാവുന്നത്? അപ്പോൾ ആദിമ സഭാപിതാക്കന്മാർ ബൈബിൾ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. ബൈബിൾ കമൻട്രികൾ കൃത്യമായിട്ട് ഈ പൗരസ്ത്യദേശത്തുള്ള സഭയുടെ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ജർമ്മനിയിലുള്ളവരുടെ ബുക്ക് വായിച്ചിട്ട് പ്രൊട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇപ്പം മാർട്ടിൻ ലൂതറിൻ്റെ കമൻട്രി വായിച്ചിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ട ഒരു ഗതികേട് ഇല്ല. കാരണം ഇത് ഓൾറെഡി ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ സഭാപിതാക്കന്മാരെ പലർക്കും കണ്ണെടുത്താൽ കാണുന്ന ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല സഭാപിതാക്കന്മാർ. കാരണം എന്താണെന്നറിയത്തില്ല. ഞങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലരുടെയും പിതാക്കന്മാരിരിക്കുന്ന അമേരിക്കയാണ്. ഈ അമേരിക്കയാണല്ലോ ഇങ്ങനെയുള്ള പുതിയ ഒരുപാട് ഈ പറയുന്ന ഈ റിവൈവൽസിൻ്റെ എല്ലാം കേന്ദ്രം. അപ്പോൾ അതാണ് സത്യമെന്നറിഞ്ഞ് ഒറിജിനലായിട്ടുള്ള സത്യത്തെ പലപ്പോഴും മറച്ചു വെക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാൻ നിങ്ങളുടെ വിയോജിപ്പുകൾ ധൈര്യമായിട്ട് രേഖപ്പെടുത്തുക, യാതൊരു പ്രശ്നവുമില്ല. സഭ്യമായ ഏത് വിയോജിപ്പും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. ഈ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് കരുതി ഇത് മുഴുവനും അറിയാം, ഇതെല്ലാവരും ഇപ്പോൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ബൈബിൾ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. ബൈബിൾ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബൈബിൾ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. ഈ ബൈബിൾ മൊത്തം അറിയാം, ഞാനതിലേക്ക് പോകുന്നില്ല. ബൈബിൾ മൊത്തം അറിയാമെന്നൊരു ചിന്ത നമ്മുടെ ഈ ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ബൈബിൾ എനിക്കൊന്നും അറിയത്തില്ല എന്ന ചിന്തയിൽ ബൈബിൾ പഠിക്കാനായിട്ടൊരു ശ്രമം നടത്തണം. അല്ലാതെ നമ്മൾ ബൈബിളിലെ വാക്യങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. സഭയാണോ ഉണ്ടായത്, ആദിയിൽ സഭയാണോ ആദ്യം ഉണ്ടായത്, ബൈബിളാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്തിട്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അതിൻ്റെ അർത്ഥം ആദിയിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ബൈബിൾ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു, 66 പുസ്തകം ദൈവം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ 66 പുസ്തകം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് അടിക്കാൻ കൊടുത്തു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ആ തരത്തിൽ ബൈബിളിനെ കാണുന്നവർക്ക് ബൈബിളിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല. ആലങ്കാരികമായിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ബൈബിളിനെ മുഴുവനും ആലങ്കാരികമായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കുക. ഈ ആലങ്കാരിക വ്യാഖ്യാനം നടത്തുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരാണ് ഈ മുട്ടിന്മേൽ ബൈബിൾ കോളേജിൽ ഇരിക്കുന്നവർ. മുട്ടിന്മേൽ ബൈബിൾ കോളേജ് എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ മുട്ടിന്മേൽ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അവരാണ് ഈ ആലങ്കാരിക വ്യാഖ്യാനക്കാർ. അവർ ബൈബിൾ അങ്ങോട്ട് തുറന്നിട്ട് അവരുടെ ചിന്തയിൽ തോന്നുന്നതെല്ലാം കൂടെ അങ്ങ് പറയും. പരിശുദ്ധാത്മാവ് പറഞ്ഞാണെന്ന് പറഞ്ഞ്, ആത്മാവ് പറഞ്ഞാണ്. ഇത് എത്ര നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി എന്ത് പറയാനാ? നാളെ നമ്മൾ ഉണ്ടാകുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? നാളെ ഇപ്പം ഞാൻ ജീവനോടുണ്ടോയെന്നോ ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലേ, അപ്പോൾ ഈ മുട്ടിന്മേൽ ബൈബിൾ കോളേജിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരാണ് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം. അവരാണ് ഇതങ്ങോട്ട് തുറന്നു വെച്ചിട്ട് ഒരു വാക്യം വായിക്കുമ്പോൾ അവരുടെ ചിന്തയിൽ കുറേ കാര്യങ്ങൾ വരും. നമുക്കറിയാം നമ്മുടെ ചിന്തകൾ ഭയങ്കരമാണ്. ആ ചിന്തകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. ഒരു കഥ എഴുതാനുള്ള സംഭവങ്ങൾ വരും. അതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം പറയുകയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാശ്ചാത്യ സുവിശേഷവും പൗരസ്ത്യ സുവിശേഷമുണ്ട്. സഭയുടെ പിതാക്കന്മാരെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സഭയുടെ പിതാക്കന്മാരാണ് ബൈബിൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും ബൈബിളിനെ സഭ എങ്ങനെയാണ് കാണുന്നതെന്നും പഠിപ്പിച്ചത് സഭയുടെ പിതാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഇത്രയധികം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കുറേ പുസ്തകങ്ങൾ, ഈ പാശ്ചാത്യ സുവിശേഷം വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളാണ്. അവരുടെ ഫിലോസഫി എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് അടിക്കുക.
ബൈബിൾ എഴുതപ്പെട്ടത് മധ്യപൂർവേഷ്യൻ കോണ്ടെക്സ്റ്റിലാണ്, ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്. ന്യൂ ടെസ്റ്റമെൻറ്റ് പറയുന്ന ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം, ഗ്രീക്ക് പശ്ചാത്തലം പഠിക്കണം, റോമൻ പശ്ചാത്തലം പഠിക്കണം. ഈ 3 പശ്ചാത്തലത്തിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ഗ്രീക്ക് ഫിലോസഫിയുടെ വലിയ സ്വാധീനം പുതിയ നിയമത്തിലുണ്ട്. അതുകൊണ്ട് ഫിലോസഫി പഠിക്കേണ്ടത് ആവശ്യമാണ്. പ്ലേറ്റോണിക് ഫിലോസഫിയുടെ വലിയ സ്വാധീനം യേശുവിൻ്റെ വാക്കുകളിൽ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാം ഇങ്ങനെ വേറൊരു രീതി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശുവിന് മുന്നേ ജീവിച്ചിരുന്ന പ്ലേറ്റോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് യേശു ഇങ്ങോട്ട് വരുന്നത്. ഹെലനൈസ്ഡ് ജ്യൂസാണ്. അതുകൊണ്ട് ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പ്രവണതകൾ, ബൈബിളിനെ എങ്ങനെ നമ്മൾ കാണുന്നു, ബൈബിൾ എന്താണ്, സഭയ്ക്ക് ബൈബിൾ എന്താണ്, ആരാണ് ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്? സഭയാണ് ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഇത് സഭയുടെ സ്വത്താണ് ബൈബിൾ എന്ന് പറയുന്നത്. അല്ല, ബൈബിൾ ആദ്യം ഉണ്ടായി വന്നതല്ല, ബൈബിൾ ആദ്യം ഉണ്ടായി വന്നതല്ല. ഇത് സഭയാണ്. ഓറൽ ട്രഡീഷൻ വഴിയാണ് ബൈബിൾ ഉണ്ടായി വന്നത്. ഓറൽ ട്രഡീഷൻ. അപ്പോൾ സഭയാണ് ബൈബിൾ നൽകിയത്, സഭയ്ക്കാണ് അധികാരം. ബൈബിൾ വ്യാഖ്യാനിക്കാൻ സഭയ്ക്കാണ്. ഏത് സഭ? അതാണ് ഏത് സഭ എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ്റ് ചർച്ച്, ഏർലി ചർച്ച്, ഏൻഷ്യൻ്റ് ചർച്ച്, അതിപുരാതനമായ സഭ. ആ സഭയാണ് പറഞ്ഞത് ആരാണ് ദൈവം, ആരാണ് ദൈവം, ദൈവം ആരാണ്, ദൈവത്തെ എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ആ സഭ അന്ന് പഠിപ്പിച്ചു. സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറയുവാനായിട്ട് ആളുകളെ പഠിപ്പിച്ചു. കാരണം ദുരുപദേശങ്ങൾ അന്ന് വളരെ പ്രബലപ്പെട്ടിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ ഉപദേശങ്ങൾ ഒരുപാട് ഈ പ്രചരിക്കുന്ന കാലത്തിൽ അവർ ദൈവം ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ബൈബിളിനെ നമ്മൾ കാണുന്നത് സഭയുടെ കണ്ണിലൂടെ ആയിരിക്കണം. അപ്പം ഞാൻ ഈ കൺക്ലൂഷനിലേക്ക് വരിക. സഭ എങ്ങനെയാണ് ബൈബിളിനെ കണ്ടത്? അത് ഏത് സഭയാണ്? ഏത് സഭയാണെന്ന് ചോദിച്ചാൽ യെരുശലേമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും റോമിലും ഉണ്ടായിരുന്ന സഭ. അത് എനിക്ക് പറയാൻ പറ്റും. ബൈബിളിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ യെരുശലേമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും റോമിലും ഉണ്ടായിരുന്ന സഭയും ആ സഭയുടെ പിതാക്കന്മാരുമാണ് ഈ ബൈബിള് ഇപ്രകാരം നമ്മുടെ കയ്യിൽ കുത്തിക്കെട്ടി തന്നത്. അവരിതിന് കൃത്യമായ ഇൻ്റർപ്രട്ടേഷൻ നൽകി. അതിന് വിരുദ്ധമായ ഇൻ്റർപ്രട്ടേഷൻ പാശ്ചാത്യരാണ് നൽകിയത്. വെസ്റ്റേൺ മിഷണറീസ് നമുക്കൊരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രിൻറ്റിങ്, വിദ്യാഭ്യാസം, ആതുരസേവനം, വൈദ്യശാസ്ത്ര മേഖലയിൽ, സാങ്കേതികമായി നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന എല്ലാ വികസനങ്ങളും നമുക്ക് നൽകിയത് നമ്മുടെ നാടിനു വേണ്ടി ജീവൻ കൊടുത്ത പാശ്ചാത്യ മിഷണറിമാരാണ്. ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്, നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയാക്കിയത് പാശ്ചാത്യ മിഷണറിമാരാണ്. ഇന്ത്യയാക്കിയത്. പക്ഷേ ബൈബിളിനെ ബൈബിള് ഈ തരത്തിലാക്കി തന്നത് പൗരസ്ത്യ പിതാക്കന്മാരാണ്. ഒന്നുകൂടെ പറയാം, പൗരസ്ത്യ പിതാക്കന്മാരാണ്, ഈസ്റ്റേൺ ഫാദേഴ്സാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. അവരാണ് ബൈബിളിൽ എത്ര പുസ്തകമുണ്ടെന്ന് തീരുമാനിച്ചത്. അപ്പോൾ സഭയുടെ കണ്ണിലൂടെ ബൈബിളിനെ നോക്കിക്കാണണം. സഭയ്ക്ക് കൃത്യമായി ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പാശ്ചാത്യ സുവിശേഷമെന്നും അമേരിക്കക്കാരല്ല സഭയുണ്ടാക്കിയെന്നും പറഞ്ഞത്. അമേരിക്കക്കാരനുണ്ടാക്കിയ സഭയ്ക്ക് ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള ഒരവകാശവുമില്ല. ഇത് വായി തോന്നിയതെല്ലാം പറയാനുള്ള ഒരു പുസ്തകമായിട്ട് ബൈബിൾ എടുത്ത് വെക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് ദൂത് എന്നാ ദൂത് ഉള്ള ദുരുപദേശം, ആളുകളെ ചുമ്മാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് മോട്ടിവേറ്റ് ചെയ്തു. എത്ര വേണേലും മോട്ടിവേറ്റ് ചെയ്തു. ഇത് മോട്ടിവേഷണലാണ്. ബൈബിൾ എടുത്ത് വെച്ച് നിങ്ങളെ എത്ര വേണേലും മോട്ടിവേഷൻ ചെയ്തു. പക്ഷേ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് വിളിച്ചു പറയുന്ന
ഇടമല്ല സഭ. അത് സഭയൊന്നും അല്ല, പോട്ടെ, ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇത് മോട്ടിവേഷൻ ചെയ്യാനുള്ള പുസ്തകമാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. എന്ത് മോട്ടിവേഷണൽ സ്റ്റോറീസും നമുക്ക് ഉണ്ടാക്കിക്കുക. പക്ഷേ ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ നിലയിൽ കെട്ടിവെച്ച ദൂതാണ്, പ്രവചനമാണ് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന പരിപാടി ചെയ്യാൻ പാടില്ല. അതേ ഞാൻ പറയുന്നുള്ളൂ. നാളെ നമ്മൾ ജീവനോടുണ്ടോ എന്നറിയത്തില്ലല്ലോ. നമുക്കറിയാം ഈ പറയാനുള്ളത് നമ്മൾ പറയണം. നമുക്കറിയാം കലാഭവൻ നവാസ്, ആ മാന്യ സഹോദരൻ, അദ്ദേഹം നാളെ ഇന്നും ഷൂട്ടിങ്ങിന് പോകണമെന്ന് ചിന്തിച്ചൊരു മാന്യ സഹോദരനാണ്. അദ്ദേഹം റൂമിലേക്ക് വന്നു, അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എത്ര ക്ഷണികമായിട്ടുള്ള ജീവിതമാണ്. നമുക്ക് നാളെ ഒന്നും എന്ത് സംഭവിക്കുമെന്നറിയില്ല. അപ്പോൾ ഇന്നെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലർ പറയും ഇനിയും ഞാൻ ദുരുപദേശകനാണ്, ഞാൻ ഈ ശരിയായ ഉപദേശമല്ല പറയുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ശരിയായ ഉപദേശമാണ്, അതുകൊണ്ടാണ് ഈ സത്യം വിളിച്ച് പറയുന്നത്. ഈ സത്യം ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബൈബിളിനെ എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് പറഞ്ഞത്. ബൈബിളിനെ കാണേണ്ടത് സഭ കണ്ട കണ്ണിലൂടെയാണ് ബൈബിൾ കാണേണ്ടത്. ഏത് സഭയാണ്? ആദിമസഭ. ആദിമസഭ എന്ന് പറയുമ്പോൾ യെരുശലേമിലും അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും റോമിലും ഉണ്ടായിരുന്ന സഭ. ആ സഭയുടെ പിതാക്കന്മാരാണ് സഭയെ വളർത്തിയത്, അവരാണ് രക്തം കൊടുത്തത്. നിങ്ങൾക്കറിയാം, രക്തസാക്ഷികളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. അത് എവിടെ നിന്നാണ് രക്തസാക്ഷികളുടെ ചരിത്രം? അന്ത്യോക്യയിൽ ഇഷ്ടംപോലെ രക്തസാക്ഷികളുണ്ടായി, റോമിലുണ്ടായി, അലക്സാണ്ട്രിയയിലുണ്ടായി, യെരുശലേമിലുണ്ടായി. ഇങ്ങനെ യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് ശേഷം സഭയെ വളർത്തി പരിപാലിച്ചവരാരാണ്? ഈ സഭയുടെ ചരിത്രം പലരും പഠിക്കാറേയില്ല. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങളിൽ എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം ആരാണ് സഭയുടെ നേതാക്കൾ? പൗലോസ് മരിച്ചു പോയില്ലേ? പത്രോസ് മരിച്ചു പോയില്ലേ? യാക്കോബ് മരിച്ചു പോയില്ലേ? അതിനുശേഷം ആരാണ് സഭയെ നയിച്ചത്? അവർക്കെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതോ അവർക്കൊരു വിലയുമില്ലേ? അവരുടെ ലേഖനങ്ങൾക്ക് വിലയില്ലേ? സഭാപിതാക്കന്മാരുടെ ലേഖനങ്ങളൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സ്വന്തം കുടുംബചരിത്രം ആരെങ്കിലും നിഷേധിക്കുമോ? ഇപ്പം ഈ കുടുംബചരിത്രം എഴുതുമല്ലോ, ആരെങ്കിലും നിഷേധിക്കുമോ കുടുംബചരിത്രം? അപ്പൻ്റെ 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 ഇങ്ങനെ ബാക്കിലോട്ട് നമ്മൾ പോകത്തില്ല. എൻ്റെ പിതാവിൻ്റെ ഇങ്ങനെ പോകും. കുടുംബചരിത്രം നിഷേധിക്കത്തില്ല. പക്ഷേ സഭയുടെ ചരിത്രത്തെ നിഷേധിച്ച് ആധുനിക കൾട്ട് പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അത് പറയാതിരിക്കുക എങ്ങനെ പറ്റുക? ആധുനിക കൾട്ട് പ്രസ്ഥാനങ്ങൾ കൂണ് പോലെ മുളയ്ക്കുന്ന ഒന്നും സഭയല്ല. സഭയുമായിട്ട് ഇതിനൊന്നും ഒരു ബന്ധവുമില്ല. എന്ത് ബന്ധമാണുള്ളത്? എന്ത് ബന്ധമാണുള്ളത്? ഇതെല്ലാം നമുക്ക് കുറച്ച് സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സ്ഥലമാണ്. പാട്ട് പാടുക, ചാടുക, തുള്ളുക, ഇങ്ങനെയുള്ള പരിപാടികൾ. അത് പരിപാടി ചെയ്യാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ബൈബിള് തന്നത് സഭയാണ്. അല്ലാതെ ബൈബിൾ ആദ്യം ഉണ്ടായി, അത് കഴിഞ്ഞ് സഭയുണ്ടായി, അങ്ങനെ ബൗദ്ധികമായി പോലും യുക്തി സഹജമല്ലാത്തൊരു കാര്യം, യുക്തിക്ക് നിരക്കാത്തൊരു കാര്യം ആദ്യം ഉണ്ടായി സഭയാണ്. സഭയുടെ പിതാക്കന്മാരാണ് എത്ര പുസ്തകം വേണമെന്ന് തീരുമാനിച്ചത്. അവരാണ് തന്നത്. 27 പുസ്തകം മതി. അവർ പറഞ്ഞു വെളിപ്പാട് പുസ്തകത്തെ എങ്ങനെ കാണണം, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിനെ സഭ എങ്ങനെയാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകമൊക്കെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടന്നു കഴിഞ്ഞ് ഇതൊന്നും ചരിത്രമൊന്നും അറിയാൻ വയ്യാതെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആളുകളെ ഭയപ്പെടുത്താൻ, പേടിപ്പിച്ച്. കാരണം ഈ അടിമയാക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ പരിപാടി. അടിമയാക്കി എൻ്റെ അടിമകളായിട്ട് കുറച്ച് പേര് വേണമെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ. എൻ്റെ ബിസിനസ്സിന് ആൾ വേണ്ടേ? അല്ല, ബിസിനസ് നടക്കണ്ടേ? എൻ്റെ താഴെ ആൾ വേണ്ടേ? അപ്പോൾ എൻ്റെ ബിസിനസ്സിന് കുറച്ച് ആൾക്കാർ വേണം. സെയിൽസ് കൈകാര്യം ചെയ്യാൻ വേണം, മാർക്കറ്റിംഗ് ചെയ്യാൻ ആൾ വേണം, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ ആൾ വേണം, എല്ലാത്തിനും ആൾ വേണ്ടേ? അപ്പം അങ്ങനെ ആളുകൾ വേണം. അത് നമ്മുടെ ഒരു മാനസികമായ ഉല്ലാസമാണ്. പക്ഷേ സഭ വളരെ സീരിയസാണ്. സഭ ഇതൊന്നുമല്ല. ഞാൻ ഏത് സഭയാണെന്നൊന്നും പറയുന്നില്ല. ഇന്ന സഭ ശരിയാണ്, ഇന്ന സഭ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ഇപ്പം നമുക്കറിയാം, കത്തോലിക്ക സഭ മുതൽ ഇവിടെ പെന്തക്കോസ്ത് സഭകൾ, ന്യൂ ജനറേഷൻ സഭകൾ വരെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം സഭകളാണ്! ആയിരക്കണക്കിന്, 10,000-കണക്കിന് സഭകളാണ്. എണ്ണി തീർക്കാൻ പറ്റത്തില്ല. ഓരോ വാക്യമെടുത്ത് ഉണ്ടായ സഭയാണ് ഇതിലെല്ലാം. ഒരു വാക്യമെടുത്ത സഭ, വാക്യങ്ങളെടുത്ത് ഒരു വാക്യം എടുക്കും, അന്നേരം ഒരു സഭയുണ്ടാകും. അപ്പോൾ ആ സഭയുടെ പ്രസിഡൻ്റ് ആൾ,
ഭാര്യ സെക്രട്ടറി, കുഞ്ഞുങ്ങൾ അവർ കമ്മിറ്റി മെമ്പേഴ്സ്. ഇതാ സഭ. ഇതൊന്നും സഭയല്ല. ഇതിനൊക്കെ പറയുന്നത് നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ ട്രസ്റ്റും കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. സഭയാണെന്നും ബൈബിളിനെ എടുത്ത് വ്യാഖ്യാനിക്കാനും ഒരു അധികാരവും. ബൈബിൾ സഭയുടേതാണ്, പക്ഷേ കൈവിട്ടു പോയി. ഇത് അച്ചടിച്ച് എല്ലാവർക്കും കൊടുത്ത് ഇപ്പം മൊത്തത്തിൽ കുളമായിരിക്കുക. പലപ്പോഴും ഈ ബൈബിൾ ഇപ്പോൾ കൊണ്ട് പലപ്പോഴും BHPക്കാർക്കും ബജറംഗ് ദളുകാർക്കും എല്ലാം കൂടെ കൊടുക്കുക. അവന്മാരിത് കത്തിച്ച് കളയും. അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ ബൈബിൾ വിതരണം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഭയങ്കര ഇവാഞ്ചലിക്കൽസ് വല്ലതും ഉണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളോടാണ് പറയുന്നത്. ഇവിടുത്തെ ബൈബിള് വേണ്ടാത്ത ബജറംഗ് ദളുകാർക്കും VHPക്കാർക്കും RSSകാർക്കും കൊടുത്തിട്ട് അത് കീറിക്കളയുന്ന, നിങ്ങളുടെ മുന്നിൽ വെച്ച് അത് കീറിക്കളയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഓ, എൻ്റെ പേര് എൻ്റെ തലയിൽ ഒരു തൂവലൂടെ വന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇത്ര നാണം കെട്ട പരിപാടി ചെയ്യരുത്. ബൈബിളിനെ അപമാനിക്കരുത്. ഇത് പിതാക്കന്മാർ കുത്തിക്കെട്ടി ഇങ്ങോട്ട് തന്നതാണ്. ഇതിങ്ങനെ ചുമ്മാതെ കൊണ്ട് കൊടുക്കാനുള്ളതല്ല. ഈ ഏത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെ അപ്പുറത്തൊരു കുഴപ്പമുണ്ട്. ഇത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഇതുകൊണ്ട് ചുമ്മാ ഉള്ളവർക്കെല്ലാം കൊടുക്കാതെ. നിങ്ങൾ സുവിശേഷം പറഞ്ഞത് സ്വീകരിക്കുന്നവർക്കാണെങ്കിൽ ഒരു ബൈബിൾ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ചുമ്മാ എല്ലാവരും കൊണ്ടും കൊടുക്കുക, ഉള്ളതെല്ലാം എടുത്ത് വെച്ചിരിക്കുക. ഇതെല്ലാം കൂടെ വായിച്ച് അവർക്ക് മനസ്സിലാകുമോ? മനസ്സിലാകുന്ന വെച്ചാൽ പോരെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകളുണ്ട്, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് സത്യമില്ല. നിങ്ങൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ അതൊരു വലിയ ഇഗ്നോറൻസാണ്, അറിവുകേടാണ്. ഞങ്ങൾ പറയുന്ന മാത്രമാണ് ശരി, ഞങ്ങളുടെ കയ്യിലാണ് ബൈബിൾ. ഇതൊക്കെ ആരാ നിങ്ങൾ പറഞ്ഞത്? സഭയുടെ ചരിത്രം ദയവ് ചെയ്ത് പഠിക്കണം. സഭയുടെ ഔദ്യോഗിക പിതാക്കന്മാരെഴുതിയ ലേഖനങ്ങൾ വായിക്കണം. എളുപ്പമുള്ള കാര്യമല്ല. ഞാനും എല്ലാം ഒന്നും വായിച്ചിട്ടില്ല, അവിടുന്ന് ഒക്കെ മാത്രമേ വായിച്ചിട്ടുള്ളൂ. പക്ഷെ വായിക്കാനുള്ള ഒരാഗ്രഹം, ഒരു പഠിക്കാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലർ ചിന്തിക്കും ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അങ്ങനെയല്ല. പല ആൾക്കാരും നമ്മളിൽ പലരും ലൈവ് നടത്തി വീഡിയോ ചെയ്തും അതുകൊണ്ടൊക്കെ ഓരോ പ്രയോജനങ്ങളുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒന്ന് ക്രിട്ടിക്കലായിട്ട് അത് തിങ്ക് ചെയ്തൊന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് ബൈബിളിനെ എങ്ങനെ കാണണമെന്ന് ചോദിച്ചാൽ സഭ കാണുന്നത് പോലെ ബൈബിളിനെ കാണണം. ആദിമസഭ കണ്ടതുപോലെ അതിന് ആദിമസഭയെക്കുറിച്ച് പഠിക്കണം. അത് ഈ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും അവർക്ക് സഭയെക്കുറിച്ചൊന്നും അറിയില്ല. അവരറിയാമെന്നങ്ങ് ചിന്തിക്കുകയാണ്. ഇതിനകത്തൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നത് കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ചോദിച്ചാൽ അത് 29 അധ്യായം ഉണ്ട്. ആ 29 അധ്യായം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെയല്ല, 28 അധ്യായം കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഇതിൻ്റെ ബാക്കിയുണ്ട്. അതെന്നെ വായിക്കാത്തത്. അത് വായിക്കാത്തതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം മാത്രം ഉള്ളതെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം നമ്മുടെ ബൈബിളിൽ മാത്രമേ 28 അധ്യായമേ ഉള്ളൂ. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ് സഭയുണ്ട്, പിതാക്കന്മാരുണ്ട്, അപ്പോസ്തോലിക പിതാക്കന്മാരുണ്ട്, സഭയുടെ അവരാണ് ജീവൻ കൊടുത്തത്. അവരെ കളിയാക്കരുത്. അവരാണ് ജീവൻ കൊടുത്തത്. ഈ സെയിൻസ് എന്നൊക്കെ പറഞ്ഞ് സെയിൻറ്റ് ഇന്നാരെന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സെയിൻസ് ഒന്നുമില്ല, ഞങ്ങളെല്ലാം വിശുദ്ധന്മാരാണ്. എന്ത് വിശുദ്ധിയാണ്? എന്നോട് പലരും ചോദിക്കുന്ന നരകം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു എന്ന്. അത് നമുക്കൊന്നുമല്ല കേട്ടോ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇത് പറയുന്നവർ സ്വയം നീതീകരണം, സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആളുകളാണ്. സെൽഫ് റൈച്ചസ്നെസ് കൂടി ഏറ്റവും വലിയ ഭൂതമാണത്. സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതീകരണം ഉള്ളവരാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് നരകം ഉണ്ടായിട്ട് ഇട്ടിരിക്കുന്നത്. ഞങ്ങളൊന്നും നരകത്തിൽ പോകുന്നവരല്ല, ഞങ്ങളെല്ലാം അങ്ങ് സ്വർഗത്തിലോട്ട് ഇങ്ങനെ മേളിട്ട് നോക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? യെശയ്യാവ് ഒരു വളരെ കൃത്യമായൊരു ചിത്രം നമുക്ക് തരുന്നുണ്ട്. യെശയ്യാവ് നോക്കിയപ്പം ആ സാറാഫുകളുടെ ആരാധനയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്, അല്ലെങ്കിൽ ആ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ എന്തോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന്. എന്നിട്ടും പറയുകയാണ്, കമൻ്റ് ചെയ്യുകയാണ്. എന്തെല്ലാം കമൻസാണ് കേൾക്കേണ്ടത്? ഞങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, ഞങ്ങൾ മാത്രമേ പോകൂ. എന്ത് സ്വയനീതീകരണമാണ് നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ബാക്കിയുള്ളവരെ ദയവ് ചെയ്ത് വഞ്ചിക്കരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ മനുഷ്യരെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, ഞാനും ഈ മേഖലയിലൊക്കെ കുറേ നാൾ നിന്ന്, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഈ വഞ്ചന എന്ന് പറയുന്നത് ഇത് ഭയങ്കരമാണ്. ചില പാർട്ടിക്കാർ ആവേശം ഉണ്ടാക്കുന്നുണ്ടല്ലേ, ചില പാർട്ടിയിൽ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ കൂടുതൽ ചേരുന്നത്?
അവിടെ ഒരു പ്രത്യേക ആവേശമുണ്ട്, ഒരു എന്താ പറയുന്നത്, ഒരു വൈകാരികതയുണ്ട്, ഒരു വൈബുണ്ട്. ഈ വൈബുള്ളിടത്ത് ആൾക്കാർ പോകുന്നത്. 4 ലൈറ്റും ചുമ്മാതെ വെള്ളം അടിച്ചെടുത്ത് ആരെങ്കിലും പോവോ? എന്തെങ്കിലുമൊക്കെ കാണാൻ വേണം, അത് അവിടെ ആൾക്കാർ പോകും. ഇപ്പം എല്ലാവരും അങ്ങനെ ആയി, മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചർച്ച്, അതിൻ്റെ അകത്ത് കുരിശ്. അപ്പോൾ ഈ കുരിശിനെ എതിർത്തവരാ ഇപ്പം അകത്തൊരു കുരിശൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട്. കാരണം ഇത് കാണുമ്പം ഇനി അപ്പോൾ ബൈബിള് നമ്മൾ ചിന്തിക്കുന്ന ഒരു പുസ്തകമല്ല. ഇത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അതിന് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പഠിക്കണം, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് പഠിക്കണം, അതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് പഠിക്കണം, റിലീജിയസ് കോണ്ടെക്സ്റ്റ് പഠിക്കണം, അന്നുണ്ടായിരുന്ന ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം, ലിംഗ്വിസ്റ്റിക്സ് പഠിക്കണം, ഭാഷാശാസ്ത്രം പഠിക്കണം. സാഹിത്യം പഠിക്കാവുന്ന ബൈബിളൊന്നും തൊടാൻ പോലും പറ്റില്ല. കാരണം സാഹിത്യ രൂപങ്ങളാണ് ബൈബിളിൽ മുഴുവനും. നമ്മളിൽ പലരും പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന ഈ സാഹിത്യ രൂപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അജ്ഞരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഓരോ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഞാനെങ്ങനെയാണ് ശ്രമിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല, അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. ഓരോ ദിവസവും അറിവില്ല എന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ജയം, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. എനിക്കറിയില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ശ്രമം നടത്തുന്നത്. ഇഗ്നോറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഇഗ്നോറൻസ് വെച്ചോണ്ടിരിക്കില്ല. അവിദ്യ, ഈ വിദ്യയില്ലാത്ത അവസ്ഥ, ഇഗ്നോറൻസ് ഒരിക്കലും വെച്ചോണ്ടിരിക്കില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാതിരിക്കുന്നുണ്ടോ? പക്ഷേ ബൈബിൾ പഠിക്കരുത്, തിയോളജി പഠിക്കരുത്, സെമിനാരി പഠിക്കരുത്. മുട്ടയിലിരുന്ന് കിട്ടും. മുട്ടയിലിരുന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ചിന്തകളാണ്, ദൂത്. നല്ലത്, ഈ ദൂതൊക്കെ പറയുന്നത് നല്ലതാണ്. കാരണം കുറച്ച് പേരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർ മാനസികമായിട്ട്. പക്ഷേ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? പാസ്റ്റർ TJ സാമുവേൽ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതാവ്, അധ്യക്ഷൻ, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പറഞ്ഞൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഓഡിയൻസ് എന്താണ് കേട്ടത്, ഓഡിയൻസിന് എന്ത് മനസ്സിലായി, ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പെൻറ്റക്കോസ്റ്റൽ ലീഡർ പറയുകയാണ്, പെൻറ്റക്കോസ്റ്റൽ ലീഡർ, ഒരു സഭയുടെ ലീഡർ, അധ്യക്ഷൻ, അദ്ദേഹം പറയുകയാണ്, നിങ്ങളിത് പഠിക്കണം, നിങ്ങളിത് പഠിക്കണം. അപ്പോൾ പിന്നെ എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഇത് പറയുമ്പോൾ അതിനെ ആളുകൾ ചിലപ്പോൾ നിസ്സാരമായി കണ്ടേക്കാം, വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേക്കാം. പക്ഷേ ഇതാണ് സത്യം. അപ്പോൾ ആ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഒന്നും ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലിറ്ററേച്ചർ. ഇതിൻ്റെ അകത്ത് ഭാഷയുണ്ട്. ഈ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്തുവാ? ഭാഷ, അല്ലെങ്കിൽ ഭാഷ ശരിയായിട്ട് എഴുതുന്നു, അതിന് നമ്മൾ ലിറ്റററി ഒരു വർക്കെന്ന് പറയാം. അപ്പോൾ ഇതിങ്ങനെ തുറന്നു വെക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങ് തോന്നുന്നു, ഞാനൊരു ബൈബിൾ അങ്ങോട്ട് തുറന്നു വെക്കുന്നു, എനിക്ക് നല്ല ആശയങ്ങൾ വരിക. ഈ ആശയങ്ങളൊന്നും യേശു ഉദ്ദേശിച്ചതോ അപ്പോസ്തലന്മാർ ഉദ്ദേശിച്ചതോ അല്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, യേശു ഉദ്ദേശിക്കാത്ത, അപ്പോസ്തലന്മാരുദ്ദേശിക്കാത്ത, എഴുത്തുകാരുദ്ദേശിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാമുറിക്കകത്ത് വെളിപ്പെടും? ഈ പ്രാർത്ഥനാമുറി എന്നൊക്കെ പറയുന്നത് ചുമ്മാതാ കേട്ടോ, ഇത് വെറുതെ ചുമ്മാതാ. പ്രാർത്ഥനാമുറിക്കകത്തിരുന്നപ്പോൾ, ഇന്നലെ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. യേശു ഉദ്ദേശിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരുദ്ദേശിച്ചിട്ടില്ല, ഇനിയും പഴയ നിയമത്തിലെ മോശയോ പ്രവാചകന്മാരോ ഉദ്ദേശിച്ചിട്ടില്ല, ദാവീദ് അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എഴുതിയത്. പാവം ഈ അപ്പോസ്തലന്മാർ ഇത് ചിന്തിച്ചു പോലും ഇല്ല, ഇങ്ങനെ ഒരു ബൈബിള് കിട്ടുമെന്നും ഈ ബൈബിളിൽ നിന്ന് ദുർവ്യാഖ്യാനം ചെയ്യുമെന്നും ഇതിൻ്റെ പേരിൽ സഭയുണ്ടാക്കുമെന്നും ഇതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുമെന്നും ഓരോ കടത്തിണ്ണയും തുറന്ന് അവിടെ എല്ലാം ഓരോ സഭയുണ്ടാക്കുമെന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. ഇത് ആത്മാർത്ഥമായിട്ട് നെഞ്ചെ തൊട്ട് പറയണം. ഇത് എനിക്ക് വേണ്ടിയുള്ളതാണോ? ഇത് ആദ്യം എനിക്കൊരു കമൻറ്റ് വന്ന, ഈ സഭയല്ല, പ്രസ്ഥാനമാണ്. കറക്റ്റാണ്, പ്രസ്ഥാനമാണ്, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം. നമ്മൾ ഡിനോമിനേഷൻ എന്ന് പറയും, ഓർഗനൈസേഷൻ എന്ന് പറയും, ചർച്ച് എന്നും പറയും. ചർച്ച് എന്ന് പറയുന്നത് അത് എന്താണ്? ആരാണ് അതിൻ്റെ ശില്പി, അതിൻ്റെ പണിക്കാരൻ ആരാണ്? അല്ലെ, സഭയുടെ ശില്പിയും പണിക്കാരനെന്നൊക്കെ പൗലോസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം സഭയെ പണിതതും അതിൻ്റെ ശില്പിയും അതിൻ്റെ മുന്നോട്ടുള്ള പണിയെല്ലാം നടത്തിയതാരാ? അല്ലാതെ നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ബൈബിള് 24 മണിക്കൂർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബൈബിൾ നെഞ്ചത്ത് വെച്ചുകൊണ്ടൊന്നും നടന്നാൽ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്തായാലും മനസ്സിലാകുക. പിന്നെ ആളുകളെ നമുക്ക് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാം ബൈബിൾ വെച്ച്. അത് ഏത് പുസ്തകവും വെച്ച് കൊണ്ടുപോകാം.
കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞാൽ അതിൽ തീവ്രവാദിയാക്കി മാറ്റാം. കോൺഗ്രസ് ആശയങ്ങൾ പറഞ്ഞാൽ, BJPയുടെ ആശയങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ആശയങ്ങൾ പറഞ്ഞു ആരെയും തീവ്രവാദികളാക്കാം. ഇവിടെ മതതീവ്രവാദികളാക്കാം. മതതീവ്രവാദികളാക്കി അവരെ അതിനുവേണ്ടി മരിക്കാൻ വരെ നമുക്ക് പ്രാപ്തരാക്കാം. അതിന് പറയുന്നതാണ് ബ്രെയിൻ വാഷിങ്. അത് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ബ്രെയിൻ വാഷ് ചെയ്യാം. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്താം. അവർ നമ്മൾ പറയുമ്പം ചാടും, തുള്ളും, കൈയടിക്കും, ബഹളം വയ്ക്കും. നമ്മുടെ കൈ ചൂണ്ടലിനനുസരിച്ച് അവർ മാറും. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിലൊരു പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒക്കെ അവർ നിൽക്കും, നമ്മുടെ പാട്ടിനൊപ്പം നിൽക്കും, തുള്ളും, എല്ലാം ചെയ്യും. പക്ഷേ അതൊന്നും സഭ ആകണമെന്നില്ല. ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതാണ് ഇപ്പം ചിന്തിക്കേണ്ടത്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഏത് സഭയാണെന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മാറി ചിന്തിക്കണം. ഒരു സഭയെ നിസ്സാരവൽക്കരിക്കാൻ പറ്റത്തുമില്ല. എല്ലാ സഭകളെയും നമുക്ക് ആവശ്യമാണ് ഭാരതത്തിൽ. നമുക്കിന്ന് കത്തോലിക്ക സഭ മുതൽ പെന്റക്കോസ്റ്റൽ, ന്യൂ ജനറേഷൻ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് ഉണ്ട്. ഇതിലൂടെല്ലാം ശരിയായ കാര്യങ്ങൾ നടക്കണം, ശരിയായ ഇൻ്റർപ്രിട്ടേഷൻസ് നടക്കണം. ഞാനീ പറയുന്നതിന് എതിരായിട്ട് ഒരുപാട് ആശയങ്ങൾ കാണാം, അത് കുഴപ്പമില്ല. പക്ഷേ ശരിയായ ആളുകളെ നമ്മൾ വഞ്ചിക്കരുത്, ആളുകളെ കൽപ്പിക്കരുത്, തോന്നിയ പോലെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. നമ്മളെല്ലാം അറിവില്ലാത്തവരാണ്. ഓരോ ദിവസവും നമ്മൾ പഠിക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലാതെ ആശയങ്ങൾ എന്തെങ്കിലും തലയ്ക്കകത്തോട്ട് വരുന്നത്. ഇപ്പം നല്ല കലാബോധമുള്ളവരുണ്ട്, അവർക്ക് ജന്മനാ കിട്ടുന്ന, അവർ ബൈബിൾ തുറന്നാൽ മതി, അതിൻ്റെ അകത്ത് വാക്യത്തിൻ്റെ അകത്തൊരു 100 പ്രസംഗം ഉണ്ടാക്കും. അപ്പോൾ ആ പ്രസംഗം ഉണ്ടാക്കണം, 100 പ്രസംഗം ഉണ്ടാക്കണം. ആ പ്രസംഗം ഉണ്ടാക്കി ഇതിങ്ങനെ എല്ലായിടത്തും കിട്ടണം, എല്ലായിടത്തും പോകണം, പ്രസംഗിക്കണം. ആ ചിന്തയോടെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ഇങ്ങനെ പോയാൽ മതി. ബൈബിളിനെ കാണേണ്ടത് സഭയുടെ കണ്ണോടെ, സഭ എങ്ങനെ കാണുന്നു എന്ന രീതിയിലാണ് പുരാതന സഭ, ആദിമസഭ. നമുക്ക് ആദിമസഭയുടെ ചരിത്രം പഠിച്ചാലേ ബൈബിൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആദിമസഭയുടെ ചരിത്രം 1-ാം നൂറ്റാണ്ട് മുതൽ 1, 2, 3, 4, 5 ഏറ്റവും കുറഞ്ഞത് ഒരു 5 നൂറ്റാണ്ട് വരെയെങ്കിലുമുള്ള സഭയുടെ ഡെവലപ്മെൻറ്റ് പഠിക്കണം. അല്ല 28 അധ്യായം കൊണ്ടൊന്നും സഭ തീർന്നില്ല. മണ്ടത്തരത്തിൻ്റെ ഏറ്റവും കൂടുതൽ പറയുന്ന കുറേ ആൾക്കാർ ഇതിൻ്റെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 28 അധ്യായം, ഇനി 29-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ചരിത്രമാണ്. അങ്ങനല്ല, 28 അധ്യായം കഴിഞ്ഞ് 29 എന്ന് പറയുന്ന അങ്ങനെയൊന്നുമില്ല. 28 അധ്യായം എന്ന് പറഞ്ഞാൽ ആ കാലം തീർന്നു. ഏത് വർഷത്തിലാണോ ആ സംഭവങ്ങൾ നടന്നത്, അത് കഴിഞ്ഞപ്പോൾ പിന്നീടൊന്നും എഴുതിയില്ല, അല്ലെങ്കിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നില്ല, എഴുതി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്, ബൈബിളിൻ്റെ അകത്തില്ല. പിന്നെ എവിടെയുണ്ട്? സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലുണ്ട്. അവിടെ കൃത്യമായിട്ട് എല്ലാ വ്യാഖ്യാനങ്ങളും ഉപദേശങ്ങളും നൽകി തന്നിട്ടുണ്ട്. അത് തോന്നിയ പോലൊന്നും ഇതിനെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. നിങ്ങൾ പിടിച്ചത് എന്താ പറയുന്നത് ആണ് ശരിയെന്ന് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പം എനിക്ക് കമൻ്റ് ഒരുപാട് വരും ഇൻബോക്സിൽ. ഈ വരുന്നത് മുഴുവനും ഈ കമൻ്റ് ഈ ചെയ്യുന്ന പലരെ ശ്രദ്ധിച്ചറിയാം, അവർക്ക് മുഴുവൻ അറിയാവുന്നൊരു ചിന്തയാണ്. അപ്പം ഞാനിപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവരെന്നെ ഫോൺ വിളിച്ചിട്ട് പറയും ഇന്ന മണ്ടത്തരങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബുക്കുണ്ട്, ആ ബുക്ക് എടുത്ത് വെച്ച് അതിനെ ഒന്ന് കുറിച്ച് വെക്കും. ഞാൻ പറഞ്ഞത് അത് തെറ്റാണ്, അപ്പം ശരിയായ കാര്യം ഞാനവിടെ എഴുതി വെക്കും. അപ്പോൾ എന്നെ ഇവാലുവേറ്റ് ചെയ്യാനും ചില ആൾക്കാരുണ്ട്, ചില സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, അവരെ നമുക്ക് തെറ്റ് തിരുത്തി തരും. അപ്പോൾ അത് അല്ലാതെ ഞങ്ങളുടെ സഭയാണ് മാത്രമാണ് ശരി, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകാനിരിക്കുകയുള്ളൂ, കത്തോലിക്കർ സ്വർഗത്തിൽ പോവുകയില്ല, ഓർത്തഡോക്സുകാർ പോവുകയില്ല, CSIക്കാർ പോവുകയില്ല, മർത്തോമാക്കാർ പോവുകയില്ല എന്നൊന്നും പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയില്ല. ഇതൊന്നും അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർ ശരിയാ ഇതെല്ലാം ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുക, അത് നിങ്ങളുടെ മാസ്മരികതയാണ്, നിങ്ങളുടെ വാക്കുകളുടെ ചാതുര്യമോ നിങ്ങൾ പറയും. അവർക്ക് അറിയില്ലല്ലോ, അവർക്കൊന്നും അറിയില്ല. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, അയ്യോ പറഞ്ഞാട്ടെ, അടിയൻ കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുക. പാവങ്ങൾ വന്നിരിക്കും, ആ പാവങ്ങളെല്ലാം വിശ്വസിക്കും.
അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് പാവങ്ങൾ ഉണ്ട്. അതിലെല്ലാവരും ഉണ്ട്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, IAS, IPS ഓഫീസേഴ്സ് വരെ ഉണ്ട്. എന്ത് മണ്ടത്തരവും വിശ്വസിക്കാം. ബൈബിൾ പ്രസംഗിക്കുന്ന, ബൈബിൾ ദുർവ്യാഖ്യാന മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, പിന്നെ ആരാ, IPSകാരുണ്ട്, IASകാരുണ്ട്. അതുകൊണ്ട് IASകാരും IPSകാരും ഇതെല്ലാം കേൾക്കുന്നു എന്ന് വെച്ചോണ്ട് ഇത് നമ്മുടെ ബൈബിൾ വ്യാഖ്യാനം ശരിയാകണമെന്ന് ഒരു നിർബന്ധവും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കുമോ? നമ്മൾ അജ്ഞരാണ്, നമ്മൾ ഇഗ്നോറൻ്റാണ്, അറിയില്ല, എന്നാൽ പഠിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല വെളിപ്പാട് ഈ വിഷയത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.